ഹലോ, എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ 4 അപ്കമിങ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇതിക്ക് മുൻപായിട്ട് അപ്ലോഡ് ചെയ്ത എപ്പിസോഡുകളുടെ ബാലൻസ് ആണ് ഇപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂയിലോട്ട് കിടക്കാം. റിവ്യൂയിലോട്ട് കിടക്കുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. നിങ്ങൾക്ക് നമ്മുടെ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് കൂടെ ചെയ്തേക്കാം കേട്ടോ. എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് രേവതിയാണ്. അപ്പോൾ രേവതി ശ്രുതിയുടെ മകനോട് പറയുകയാണ്, ആൻറ്റിയുടെ നമ്പറൊക്കെ ആൻറ്റി ഇവിടെ എഴുതിയിട്ടുണ്ട്, നീ അതിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ വിളിക്കണം, ആൻറ്റിയും മാമനും എപ്പോൾ വേണമെങ്കിലും അവിടേക്ക് വരുമെന്ന് പറയുകയാണ് കേട്ടോ. അങ്ങനെ സച്ചിയും പറയുകയാണ്, എന്താവശ്യം ഉണ്ടെങ്കിലും നിങ്ങൾ വിളിച്ചോ, മാത്രമല്ല ഇനി ഓരോരോ അവധികൾ വരുമല്ലോ, അപ്പോൾ ഇവനെ ഇവിടെ ആക്കിയാൽ മതി, ഞങ്ങൾ നോക്കിക്കോളാം. അവനാണെങ്കിലും അവിടെ ആരുമില്ല, അവനാകെ ബുദ്ധിമുട്ടല്ലേ, സ്വന്തക്കാരൊന്നും ഇല്ലാതെ അങ്ങനെ നിൽക്കുന്നത്. ഇവിടെ ആകുമ്പോൾ എല്ലാവരും ഉണ്ടല്ലോ, മാത്രമല്ല രേവതി അവൻ്റെ കാര്യം നന്നായിട്ട് നോക്കുകയും ചെയ്യും. അതൊന്നും ഓർത്തിട്ട് ഇനി പേടിക്കേണ്ട, നിങ്ങൾക്കിനി സ്വന്തക്കാരില്ല, ബന്ധുക്കളില്ല എന്നൊന്നും ചിന്തിക്കേണ്ട, ഞങ്ങൾ നിങ്ങളുടെ ബന്ധുക്കളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് സ്നേഹത്തോടുകൂടി പെരുമാറുകയാണ്. അപ്പോൾ ഇതെല്ലാം മാറി നിന്ന് ശ്രുതിയും ശ്രുതിയുടെ ഫ്രണ്ടും കാണുന്നുണ്ട്. അപ്പോൾ ശ്രുതിയുടെ കൂട്ടുകാരി പറയാണ്, എടി നീ പറഞ്ഞതുപോലെ തന്നെ ആ പെണ്ണ് ഒരു ഇച്ചിരി ഡേഞ്ചറസ് ആണ്, നിൻ്റെ മകനെ സ്നേഹിച്ച് എല്ലാ കാര്യങ്ങളും അറിഞ്ഞെടുക്കാനായിട്ടുള്ള ശ്രമം അവൾ നടത്തുന്നൊക്കെ ഉണ്ട്. എങ്ങാനും നിൻ്റെ മകൻ്റെ വായിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് വീണ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ശ്രുതി ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, അന്ന് നീ ഈ വീട്ടിൽ നിന്ന് പുറത്താണ്, നീ എങ്ങനെയെങ്കിലും ശ്രുതിനെയും വിളിച്ചിറക്കിക്കൊണ്ട് മറ്റൊരു വീട്ടിലേക്ക് മാറ്, അത് തന്നെയാണ് ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയിൽ നിനക്ക് സേഫ് ആയിട്ടുള്ള കാര്യം എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ ശ്രുതിയുടെ അമ്മയും മകനും കൂടെ സച്ചിയുടെ വണ്ടിയിൽ കയറി പോവുകയാണ് കേട്ടോ. അതിനുശേഷം കാണിക്കുന്നത് ശ്രുതിനും ശ്രുതിൻ്റെ കൂട്ടുകാരിനെയുമാണ്. അവർ റൂമിൽ കയറി കഥ കിടക്കുകയാണ്. എന്നിട്ട് ശ്രുതി കൂട്ടുകാരിയോട് പറയണം, അവൾ എന്താ വിചാരിച്ചിരിക്കുന്നത്, അവൾ എന്തിനാ എൻ്റെ മകനോട് ഇത്രയധികം സ്നേഹം കരുതലും കാണിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ശ്രുതിയുടെ ഫ്രണ്ട് പറയുകയാണ്, നിനക്ക് നിൻ്റെ മകനോട് ഇത്ര വലിയ കാര്യമൊന്നുമില്ല, പക്ഷേ അവളുണ്ടല്ലോ നിൻ്റെ മകനെ പൊന്നുപോലെയാണ് സ്നേഹിക്കുന്നത്, അതിലെനിക്കൊരു സംശയമൊന്നുമില്ല. പിന്നെ നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോണം, നിൻ്റെ മകൻ ഇപ്പോൾ പഴയതുപോലെ കുഞ്ഞുമാവയല്ല, അവൻ എത്രയൊക്കെ നിന്നെക്കുറിച്ച് ചോദിച്ചിട്ടും അവൻ മിണ്ടാതെയാണ് നിന്നത്. അതിൻ്റെ അർത്ഥം എന്താ ശ്രുതി, നിൻ്റെ മകൻ വലുതായിരിക്കുകയാണ്, അവൻ എല്ലാ കാര്യവും തിരിച്ചറിയാൻ തുടങ്ങിയിരിക്കുന്നു. ഇനി എന്തെങ്കിലും നിന്നോട് എപ്പോഴെങ്കിലും അവൻ ചോദിച്ചു കഴിഞ്ഞാൽ നീ എന്തിന് ഉത്തരം പറയാനായിട്ട് പോകുന്നു ശ്രുതി, അവൻ എത്ര കാലം നിൻ്റെ അടുത്തുനിന്ന് ഇങ്ങനെ മാറ്റി നിർത്താൻ പറ്റും എന്ന് സുഹൃത്ത് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ ശ്രുതി പറയാണ്, എനിക്കൊന്നും അറിയില്ലടി, മാത്രമല്ല ഇവിടെ നിന്ന് ശ്രുതിനെ പിരിച്ചിട്ട് കൊണ്ടുപോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ശരിയാവില്ല. നിനക്കറിയാലോ എൻ്റെ അമ്മായിയമ്മ അവരെന്നോട് എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്നുള്ളത് ഞാൻ നിന്നോട് പ്രത്യേകം പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അപ്പം ഞാനങ്ങ് പിരിച്ചു കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ശരിയാവില്ലടി എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. ഈ സമയത്താണ് ചന്ദ്ര ഡോറും തുറന്ന് കയറി വരുന്നത്. മോളെ ശ്രുതി, നിൻ്റെ കൂടെ നിൻ്റെ കൂട്ടുകാരി ഉണ്ടായോ? എന്തായാലും നന്നായി, നിങ്ങൾ രണ്ടുപേരും നല്ല തിക്ക് ഫ്രണ്ട്സ് ആണല്ലേ, എന്നെയും ഭാമേനെയും പോലെ തന്നെ. എന്തായാലും നിൻ്റെ കൂട്ടുകാരി ഉണ്ടല്ലോ ശ്രുതി, അവൾ വയസ്സാകുമ്പോൾ ഭാമയെ പോലെ തന്നെ ഉണ്ടാവും, നല്ല കൂട്ടുകാരാണ്, നിങ്ങൾ എന്നും അങ്ങനെ തന്നെ ഇരിക്കും, നിങ്ങൾക്കുള്ള ജ്യൂസ് ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് വരാം. പിന്നീടല്ലോ മോളെ, ശ്രുതിയാണ് എനിക്ക് വേണ്ടിയിട്ട് ലോണ് മുഴുവൻ അടച്ചു തീർത്തത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. ആ സമയത്ത് ചന്ദ്ര പറയുകയാണ്, ഇതെങ്ങാനും രേവതി ആയിരുന്നു വലിയ പണക്കാരിയെങ്കിൽ എൻ്റെ മകനെ എൻ്റെ അടുത്ത് നിന്ന് പിരിച്ചിട്ട് എങ്ങനെയെങ്കിലും അവളുടെ കൂടെ കൊണ്ടുപോകാനായിട്ട് നോക്കുകയുള്ളൂ, ശ്രുതി അങ്ങനെയൊന്നും ചെയ്യില്ല, ശ്രുതിക്ക് എന്നോട് അത്രയധികം സ്നേഹമാണെന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര ഇവർക്ക് വേണ്ടിയിട്ടുള്ള ജ്യൂസ് എടുക്കാനായിട്ട് പോവുകയാണ്. അതിനുശേഷം ശ്രുതിയുടെ കൂട്ടുകാരിയോട് ശ്രുതി പറയുകയാണ്, നീ കണ്ടില്ലേ എൻ്റെ അമ്മായിയമ്മ എന്നെ എത്രത്തോളം സ്നേഹിക്കേണ്ടെന്ന്, അപ്പോൾ ഇത്രയും സ്നേഹമുള്ള അമ്മായിയമ്മേനെ വിട്ടിട്ട് ഞാൻ എങ്ങനെയാണ് ഈ ശ്രുതിനെയും കൂട്ടി പുറത്തേക്ക് പോവുക, എനിക്കൊന്നും ചെയ്യാനായിട്ട് പറ്റുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് വിഷമിക്കുകയാണ്. അപ്പോൾ ഇത് കേൾക്കുന്ന ശ്രുതിയുടെ ഫ്രണ്ട് പറയുകയാണ്, നിൻ്റെ അമ്മായിയമ്മയുടെ സ്നേഹം ഇപ്പം കണ്ടെടുത്തോളം ഓക്കെയാണ്, നീ പണക്കാരിയാണെന്നാണല്ലോ അവർ വിചാരിച്ചിരിക്കുന്നത്, മാത്രമല്ല അവർ പറഞ്ഞിട്ട് പോയത് കണ്ടോ, ഞാൻ ഭാമാൻ്റിയുടെ പോലെയാണ് ഇരിക്കുന്നതെന്ന്. എനിക്കങ്ങനെ ഭാമാൻ്റിയുടെ സൈസ്, ഞാൻ വളരെ ചെറുതല്ലേ, കണ്ടോ അവരുടെ മനസ്സിലിരിപ്പ് കണ്ടോ, ഞാൻ അത്രയും വണ്ണം വെക്കുമെന്നാ അവരുടെ മനസ്സിലിരിപ്പ് എന്ന് ശ്രുതിയുടെ കൂട്ടുകാരി പറയുകയാണ്. അപ്പോഴേക്കും ശ്രുതി പറയണേ, എടി അതൊക്കെ ഒന്ന് വിട്, ആനക്കാര്യത്തിൻ്റെ ഇടക്കാണോ ചേനക്കാര്യം എന്നിങ്ങനെ പറയാൻ കേട്ടോ. അടുത്ത സീനിൽ കാണിക്കുന്നത് റെസ്റ്റോറൻറ്റിലാണ്. അപ്പോൾ വർഷയാണ് കേട്ടോ. വർഷ നമ്മുടെ ശ്രീകാന്തിനെയും കാത്ത് റെസ്റ്റോറൻറ്റിൽ ഇങ്ങനെ ഇരിക്കാനല്ല. അപ്പോൾ റെസ്റ്റോറൻറ്റ് ക്ലോസ് ചെയ്യാറായിട്ടോ. അപ്പോൾ ശ്രീകാന്ത് വന്നിട്ട് വർഷയോട് പറയുകയാണ്, എൻ്റെ പൊന്നു വർഷേ, ഇനിയിപ്പോൾ വന്നിട്ട് എത്ര മണിക്കൂറായി, റെസ്റ്റോറൻറ്റ് ക്ലോസ് ആയി, ഇനി ഇവിടെ ഇരിക്കാനായിട്ട് പറ്റില്ല എന്ന് പറയാണ്. നിനക്ക് വീട്ടിലോട്ടൊന്നും പോകണ്ടേന്ന് ചോദിക്കുകയാണ്. വർഷ പറയുകയാണ്, എനിക്ക് വീട്ടിലേക്ക് പോകണ്ട, ഞാൻ നിന്നോട് പറഞ്ഞല്ലോ എൻ്റെ വീട്ടിൽ കല്യാണാലോചനയൊക്കെ ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഇനി അധികം ദിവസമൊന്നും എനിക്കിങ്ങനെ പിടിച്ച് നിൽക്കാൻ പറ്റില്ല. ശ്രീകാന്തെ, ഇന്ന് തന്നെ നീ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളണം എന്ന് പറയുകയാണ്. അപ്പോൾ ശ്രീകാന്ത് പറയുകയാണ്, നീ എന്തോ ഉദ്ദേശിക്കുന്നത്, ഞാൻ പറഞ്ഞല്ലോ ശ്രീകാന്തെ, നമ്മുടെ വിവാഹം അതെങ്ങനെയെങ്കിലും നടക്കണം,
ഇപ്പോൾ ഞാനിവിടെ ഇരുന്നാലാണ് പ്രശ്നമെങ്കിൽ ഞാൻ നിൻ്റെ വീട്ടിൽ വന്നിരുന്നോളാം, അപ്പോൾ പിന്നെ പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന് പറയാണ്. അപ്പോൾ ശ്രീകാന്ത് പറയാണ്, എടി നീ എൻ്റെ വീട്ടിൽ വന്നത് തന്നെയാണ് ഇത്രയും വലിയ പ്രശ്നമായത്. ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ദിവസം എനിക്ക് സമയം എന്താ, അതിന് ശേഷം ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. അപ്പോൾ വർഷ പറയാണ്, കുറച്ച് ദിവസം എങ്ങനെ സമയം തരാനാണ് ശ്രീകാന്ത്, 15-ാം തീയതി എൻ്റെ കല്യാണമാണ്, അതിന് ശേഷം എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് ശ്രീകാന്ത് പറയുന്നത്. ഇപ്പോൾ വേണമെങ്കിൽ ഇപ്പോൾ ചെയ്യണം, അല്ലെങ്കിൽ പിന്നെ വിഷമിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല ശ്രീകാന്തെ. എന്തായാലും ഞാൻ നിന്നെ വിട്ട് പോകാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ നാളെ തന്നെ എനിക്ക് തീരുമാനം അറിയണമെന്ന് പറഞ്ഞുകൊണ്ട് വർഷ പോവാണ് കേട്ടോ. അതിനുശേഷം ശ്രീകാന്ത് ആണെങ്കിൽ ആകെ കൂടെ ടെൻഷൻ ആവുകയാണ്. കാരണം എന്ത് ചെയ്യണമെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. അടുത്ത സീനിൽ ശ്രീകാന്തിനെ തന്നെയാണ് കാണിക്കുന്നത്. വാർക്കയുടെ മുകളിൽ ശ്രീകാന്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ശ്രീകാന്തിൻ്റെ മനസ്സിലേക്ക് സച്ചിയും അതുപോലെ തന്നെ ശ്രീകാന്തിൻ്റെ അച്ഛനും ഒക്കെ പറഞ്ഞ കാര്യമാണ് ഓർമ്മയിലേക്ക് വരുന്നത്. ഈ പെൺകുട്ടീനെ ഇങ്ങോട്ട് കൊണ്ടുവരണ്ട, അച്ഛനെ ധിക്കരിച്ച് കല്യാണം കഴിക്കരുത് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ശ്രീകാന്ത് ഇങ്ങനെ ഓർത്ത് വിഷമിക്കുകയാണ് കേട്ടോ. ഇതേ സമയം തന്നെ വർഷ നമ്മുടെ ശ്രീകാന്തിന് മെസ്സേജ് ചെയ്യുന്നുണ്ട്, ഞാൻ പറഞ്ഞ കാര്യമൊന്നും നീ മറക്കാൻ നിൽക്കണ്ട, നാളെ ഞാൻ ഡ്രസ്സ് എടുക്കാനായിട്ട് അവൻ്റെ കൂടെ പോകുന്നുണ്ട്, എന്നെങ്ങനെ അവൻ കല്യാണം കഴിക്കാനായിട്ട് ഉദ്ദേശിച്ച അന്നത്തെ ദിവസം നടക്കാൻ പോകുന്ന മറ്റു പലതും ആയിരിക്കുള്ളൂ, നിനക്കത് ഫേസ് ചെയ്യാൻ പോലും പറ്റില്ല ശ്രീകാന്തെ എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ശ്രീകാന്തിനെ പലതവണ നമ്മുടെ വർഷം വിളിക്കുന്നുണ്ട്, പക്ഷേ ശ്രീകാന്താണെങ്കിൽ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. അതിന് ശേഷമാണ് ഇങ്ങനെ വോയിസ് ക്ലിപ്പ് അയക്കുന്നത് കേട്ടോ. അടുത്ത സീനിൽ കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെയാണ്. അപ്പോൾ വർഷയുടെ വീട്ടിലേക്ക് വർഷനെ കല്യാണം കഴിക്കാൻ പോകുന്ന ബിജു വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചെയ്യുന്നത് മുഴുവൻ കോമാളിത്തരമാണ്, പൊട്ടത്തരം മാത്രമാണ് പറയുന്നതും ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം. അപ്പോൾ ബിജു വന്നിട്ട് ഒരു കൂളിംഗ് ഗ്ലാസും വെച്ചുകൊണ്ടാണ് ബിജു കയറി വരുന്നത്. എന്നിട്ട് വേഗം തന്നെ വർഷയുടെ അച്ഛനോട് ചോദിക്കുകയാണ്, അല്ല ഇവിടെ എന്താ മൊത്തത്തിൽ ഇരുട്ട്, നിങ്ങൾ ലൈറ്റൊന്നും ഇടാറില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും വർഷയുടെ അച്ഛൻ പറയുകയാണ്, മോനെ നിൻ്റെ കണ്ണിലത്തെ കൂളിംഗ് ഗ്ലാസ് ഒന്ന് എടുത്ത് മാറ്റ്, അപ്പോൾ നിനക്ക് ഇരുട്ടായിട്ട് തോന്നില്ല എന്ന് പറയുകയാണ്. അങ്ങനെ കണ്ണിലെ കൂളിംഗ് ഗ്ലാസ്സൊക്കെ എടുത്ത് നോക്കിയിട്ട് എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. ശരിക്കും ഒരു കോമാളിത്തരമാണ് അവിടെ കാണിക്കുന്നത് മുഴുവൻ. അപ്പോൾ അമ്മായിച്ചനും അമ്മായിമ്മയ്ക്കും ഒക്കെ ഗിഫ്റ്റുമായിട്ടാണ് ഈ ചെറുക്കൻ വരുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കുറച്ച് നേരം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് തന്നെ ഇവൻ്റെ അമ്മായിച്ചനോട്, അതായത് വർഷയുടെ അച്ഛനോട് ചോദിക്കുകയാണ്, അല്ല വർഷ എന്തേ കണ്ടില്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. ഇപ്പോൾ വരും മോനെ എന്ന് പറയുകയാണ്. അങ്ങനെ വർഷ ഇറങ്ങി വരികയാണ്. വർഷ ഇറങ്ങി വരുമ്പോഴത്തേക്കും ഒരു ജീൻസും ടോപ്പൊക്കെ ഇട്ടിട്ട്, ക്രോപ്പ് ടോപ്പൊക്കെ ഇട്ടിട്ടാണ് വർഷ വരുന്നത്. അപ്പോൾ ഇതിൽ കണ്ടിട്ട് ഇവൻ ആകെ വായും പൊളിച്ച് അന്തം വിട്ട് ഇങ്ങനെ വർഷയെ തന്നെ ഇങ്ങനെ സ്കാൻ ചെയ്യുന്ന രീതിക്ക് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടിട്ട് വർഷയുടെ അച്ഛനും അമ്മയ്ക്കൊക്കെ ഒരു നാണം വരുന്നുണ്ട്. അച്ഛൻ പെട്ടെന്ന് മുഖം മാറ്റുന്നുണ്ട് കേട്ടോ. അങ്ങനെ വർഷയുടെ അടുത്ത് നിന്നിട്ട് പറയണം, വാവ് നീ ഭയങ്കര പ്രിറ്റി ആയിരിക്കുന്നു വർഷ, എന്തായാലും നിൻ്റെ തടിയൊക്കെ ഒന്ന് കുറഞ്ഞു, സാരിയേക്കാളും എനിക്കിതാ നല്ലത്, സാരിയിൽ നീ ഭയങ്കര ഫാറ്റായിട്ട് തോന്നും, സാരി മാറ്റി ഇതുപോലെ മോഡേൺ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ അടിപൊളിയാണ് എന്നൊക്കെ ഇങ്ങനെ പറയാം കേട്ടോ. വർഷയ്ക്കാണെങ്കിൽ ഇവൻ നോക്കുന്നത് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. വർഷയാണെങ്കിൽ ദേഷ്യത്തിൽ ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് ഇവൻ പറയാണ്, ഞാൻ എങ്ങനെയുണ്ടെന്ന് നീ പറ, ഞാൻ നിന്നോട് പറഞ്ഞല്ലോ നീ അടിപൊളിയാണെന്ന്, എനിക്കൊരു കോംപ്ലിമെൻറ്റ് താ, ഞാൻ എങ്ങനെയുണ്ടെന്നാണ് നീ ഉദ്ദേശിക്കുന്നത്, നിനക്ക് എന്നെ കണ്ടപ്പോൾ എന്താ തോന്നുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. പുകഴ്ത്തി പറയാനായിട്ടാണ് ആൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്നിട്ടൊരു കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ച് ഇങ്ങനെ നിൽക്കുകയാണ് വർഷയുടെ മുന്നിൽ. അപ്പോൾ വർഷം നോക്കിയിട്ട് പറയുകയാണ്, എനിക്ക് തോന്നുന്നത് കിങ് കോങ് സിനിമയിൽ വരുന്ന എന്നിങ്ങനെ പറയുകയാണ്. അപ്പോഴേക്കും വർഷയുടെ അമ്മയ്ക്ക് മനസ്സിലായി കുരങ്ങനെ പോലെ ഉണ്ട് എന്ന് പറയാനായിട്ടാണ് ഈ പോകുന്നതെന്ന്. വർഷയുടെ അമ്മ ദേഷ്യത്തിൽ വർഷേനെ ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ ഈ ബിജു ആണെങ്കിലും അന്താളിച്ചിങ്ങനെ വർഷേനെ നോക്കുകയാണ് കേട്ടോ. മലയാളത്തിൽ വരുമ്പോൾ ബിജു എന്നായിരിക്കില്ല കേട്ടോ പേര്, മാറിയിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങളതൊന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ വർഷേനിങ്ങനെ അന്താളിച്ച് നോക്കുകയാണ്. അപ്പോഴത്തേക്കും വർഷയുടെ അമ്മ പെട്ടെന്ന് തിരുത്തുകയാണ് കേട്ടോ. അത് പിന്നെ മോനെ ആ സിനിമയിലത്തെ നായകനെ പോലെ മോനെ ഇരിക്കുന്നത് എന്നവൾ ഉദ്ദേശിച്ചെന്ന് പറയുകയാണ്. അപ്പോഴത്തേക്കും ബിജു പറയാണ്, ഓ അങ്ങനെയാണല്ലേ ഉദ്ദേശിച്ചത്, എന്തായാലും വാ വർഷേ നമുക്ക് പോവാമെന്ന് പറയുകയാണ്. അങ്ങനെ ബിജു പുറത്തേക്ക് ഇറങ്ങുകയാണ്. വർഷ വേഗം തന്നെ വർഷയുടെ അച്ഛനോട് പറയാണ്, അച്ഛൻ കണ്ടില്ലേ എന്ത് വൃത്തികെട്ടവനവൻ, അവൻ്റെ നോട്ടം കണ്ടില്ലേ എന്ന് പറയാണ്. അപ്പോൾ ഇങ്ങനെ പറയാണ്, അതൊന്നും കുഴപ്പമില്ല മോളെ, അതെല്ലാം വിട്ട് കളഞ്ഞേക്ക്, മോനെ കെട്ടാൻ പോകുന്ന ആളല്ലേ, മോൾ എന്തായാലും ചെല്ലുമെന്ന് പറയാണ്. അങ്ങനെ വർഷയാണെങ്കിൽ ബാക്ക് സൈഡിലെ സീറ്റിലിരിക്കാനായിട്ട് പോവാണ് കേട്ടോ, ബാക്ക് സീറ്റിലിരിക്കാൻ പോവാണ്. അപ്പോഴത്തേക്കും ഈ ബിജു വയ്ക്കുകയാണ്, നീ എന്തിനാ ബാക്ക് സീറ്റിൽ കയറിയിരിക്കുന്നത്, ഞാനെന്താ നിൻ്റെ ഡ്രൈവറാണോ, നീ ഫ്രണ്ടിൽ കയറിയിരിക്കാൻ പറയുകയാണ്. അപ്പോൾ വർഷ പറയണം, അത് കുഴപ്പമില്ല ഞാൻ ബാക്കിലിരുന്നോളാന്ന് പറയുകയാണ്. വേഗം തന്നെ വർഷയുടെ അമ്മ വന്നിട്ട് പറയുകയാണ്, മോളെ നീ ഫ്രണ്ടിൽ തന്നെ കയറിയിരിക്കേ, അങ്ങനെ അടുത്ത് തന്നെ കയറിയിരിക്കുകയെന്ന് പറഞ്ഞുകൊണ്ട് വർഷേനെ പിടിച്ച് ഫ്രണ്ടിലിരുത്തുകയാണ് കേട്ടോ. അടുത്ത സീനിൽ കാണിക്കുന്നത് ഇവർ ആ ഒരു ഷോപ്പിംഗ് ചെയ്യുന്ന കടയിലെത്തിയിരിക്കുകയാണ്, കടയല്ല മാളിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ വർഷയുടെ അടുത്ത് ആവശ്യമില്ലാത്ത ജോക്കുകളൊക്കെ ഇങ്ങനെ പറഞ്ഞു വരികയാണ്. നിൻ്റെ അമ്മ പറഞ്ഞു ഈ കടയിൽ നിന്നാണ് നീ എല്ലാ സാധനവും പർച്ചേസ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഞാൻ കല്യാണ സാരിയും ഇവിടെ നിന്ന് തന്നെ എടുക്കാമെന്ന് തീരുമാനിച്ചത്. എന്തായാലും ലിഫ്റ്റിൽ തന്നെ നമുക്ക് പോവാട്ടോ, ആ ലിഫ്റ്റ് എങ്ങാനും പാതി വഴി വെച്ചിട്ടൊന്ന് നിന്ന് പോയി കഴിഞ്ഞാലോ ഞാനും നീ മാത്രം ലിഫ്റ്റിൽ
എന്തൊക്കെയായിരിക്കും പിന്നെ എന്തൊക്കെ ഇങ്ങനെ വർഷയോട് പറയുകയാണ്. വർഷക്കാണെങ്കിൽ ദേഷ്യം വരികയാണ് കേട്ടോ. അങ്ങനെ ലിഫ്റ്റിൽ കയറുകയാണ് ഇവർ. ലിഫ്റ്റ് ഇങ്ങനെ അടയാൻ സമയമാവുന്ന അതേ ടൈമിൽ ഒരാളിങ്ങനെ കൈവെക്കുകയാണ്. അത് വേറെ ആരുമല്ല, നമ്മുടെ ശ്രീകാന്താണ്. ശ്രീകാന്തിനെ കണ്ടതും വർഷയ്ക്ക് ഭയങ്കര സമാധാനമാണ്. ശ്രീകാന്ത് രണ്ടുപേരും നടുക്ക് കൂടെ ചെന്ന് ബാക്കിൽ നിൽക്കുകയാണ്. എന്നിട്ട് ഈ ബിജുവിനെ രൂക്ഷമായിട്ട് തന്നെ ശ്രീകാന്ത് പുറകിൽ നിന്ന് നോക്കുകയാണ് കേട്ടോ. വർഷയും ശ്രീകാന്തിനെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട്. വർഷയ്ക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ട്. അങ്ങനെ ഇവർ ലിഫ്റ്റിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ബിജു പറയുകയാണ്, വർഷേ നിൻ്റെ മുഖം നന്നായി ചകചകാന്ന് ചോന്നിരിക്കുന്നു, കണ്ടില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് വർഷയുടെ അടുത്തേക്ക് മുഖമായിട്ട് ചെല്ലുകയാണ് കേട്ടോ. വേഗം തന്നെ നമ്മുടെ പുറകിൽ നിൽക്കുന്ന ശ്രീകാന്ത് ഈ ബിജുവിൻ്റെ പുറത്തിട്ട് ഒരു അടി വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇവൻ ഞെട്ടിത്തിരിക്കുകയാണ്. എന്താ ബ്രോ എന്നെ അടിച്ചതെന്ന് ചോദിക്കുകയാണ്. അയ്യോ വലിയൊരു കൊതുക് വന്നിരിക്കുന്നത് കാരണം ഞാൻ അടിച്ചതാ. നിങ്ങളെങ്ങാനും കൊതുക് കടിച്ചിരുന്നെങ്കിൽ വല്ല ഡെങ്കിപ്പനിയോ അല്ലെങ്കിൽ എങ്ങനെയൊക്കെ വന്നില്ലേ, അത് കാരണമാണ് ഞാൻ അടിച്ചു കൊടുത്തത്. എന്നെയും കടിക്കുന്നുണ്ട് കൊതുകെന്നും പറഞ്ഞുകൊണ്ട് ശ്രീകാന്തിൻ്റെ കയ്യിലും കാലിലൊക്കെ എന്നെ അടിക്കാൻ കേട്ടോ. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് വർഷയ്ക്ക് കാര്യം മനസ്സിലാവുന്നുണ്ട്. വർഷയ്ക്ക് ചിരി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഇവർ ഡ്രസ്സ് എടുക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോൾ കോസ്റ്റ്ലി ആയിട്ടുള്ള മുഹൂർത്ത പുടവയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വർഷയോട് ബിജു ചോദിക്കുന്നുണ്ട്, ഇതിഷ്ടമായോ അതിഷ്ടമായോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ വർഷ പറയണേ എനിക്കൊന്നും ഇഷ്ടമായില്ല, എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല എന്ന് പറയണേ. അപ്പോൾ 2 പുടവ എടുത്തുകൊണ്ട് വന്ന് വർഷയുടെ കയ്യിലോട്ട് കൊടുത്ത്, ഇത് ഫസ്റ്റ് സാരി സെക്കൻഡ് സാരി നീ ചൂസ് ചെയ്തോ, ഇതിൻ്റെ ബ്ലൗസ് വേണമെങ്കിൽ നീ എടുത്തോ, ഞാനല്ലേ നീ കൊടുത്തു കഴിഞ്ഞാൽ കാണാൻ പോകുന്നത്, എനിക്കെന്തായാലും ഇത് ഇഷ്ടപ്പെട്ട് അത് സെറ്റാക്കിയാൽ മതി എന്ന് പറയണം കേട്ടോ. അപ്പോൾ ഇതൊക്കെ മാറിയുന്നുകൊണ്ട് തൊട്ടടുത്ത് തന്നെ കുറച്ചങ്ങ് മാറിയുന്നുകൊണ്ട് ശ്രീകാന്ത് ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഈ ബിജു പറയുകയാണ്, ഇനി എന്തായാലും കല്യാണത്തിനുള്ള എൻ്റെ ഡ്രസ്സുകൾ എടുക്കാൻ ഞാൻ പോവുകയാണ്, നീ എൻ്റെ പിന്നാലെ പോന്നോളാൻ പറയുകയാണ്. അങ്ങനെ ഈ ബിജു കല്യാണത്തിനുള്ള ഡ്രസ്സുകളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കുകയാണ്. അങ്ങനെ പാൻറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് കുനിയുമ്പോൾ ശ്രീകാന്തിനൊരു ഐഡിയ തോന്നുകയാണ്. അവിടെ ഇരുന്നൊരു മുണ്ട് വലിച്ചിങ്ങനെ കീറുകയാണ്. അപ്പോൾ പെട്ടെന്ന് ഇവൻ വിചാരിക്കുകയാണ്, ഇവൻ്റെ പുറകിൽ പാൻറ്റ് കീറിയെന്ന് വിചാരിക്കുകയാണ് കേട്ടോ ബിജു. ബിജു ആകെ ടെൻഷനായി. ഒന്നും കൂടി ഒന്ന് ഇരിക്കാൻ നോക്കി കഴിഞ്ഞപ്പോൾ പിന്നെയും ശ്രീകാന്ത് ആ മുണ്ടൊന്ന് വലിച്ച് കീറുകയാണ്. അപ്പോൾ പിന്നെയും കീറി വെച്ചിട്ട് കഴിഞ്ഞപ്പോൾ വിചാരിച്ചു എൻ്റെ പുറകിൽ പാൻറ്റ് കീറി. വേഗം തന്നെ ശ്രീകാന്ത് വന്നിട്ട് പറയണം, അയ്യോ എന്താണ് ബ്രോയുടെ പാൻറ്റ് ബാക്കിൽ കീറിയിരിക്കുന്നു, വേഗം തന്നെ ഇവിടെ പോയിട്ട് ഡ്രസ്സ് മാറ്റുന്നു പറഞ്ഞുകൊണ്ട് ഒരു കള്ളിമുണ്ട് എടുത്ത് ഉടുപ്പിച്ചിട്ട് ഇവനെ ഡ്രസ്സ് മാറ്റാനായിട്ട് പറഞ്ഞു വിടുകയാണ്. ഇവൻ ഓടിപ്പോവാണ് കേട്ടോ. ശ്രുതിയല്ല വർഷേനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ശ്രുതി എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തമിഴിൽ വരുമ്പോൾ ഈ ഒരു കഥാപാത്രത്തിൻ്റെ വർഷയുടെ പേര് ശ്രുതി എന്നാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ മാറി പെട്ടെന്ന് പോകുന്നത് കേട്ടോ. സോറി. അപ്പോൾ വർഷേനോട് നിനക്കിഷ്ടമുള്ളത് നോക്ക്, ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ ഓടുകയാണ്, പായാണ് കേട്ടോ. അപ്പോൾ ശ്രീകാന്ത് വർഷയുടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ വർഷ പറയാണ്, അല്ല ഞാൻ വരൂല എന്നാണ് വിചാരിച്ചത്, എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ശ്രീകാന്ത് പറയാണ്, ഞാനൊരു പേടിത്തൊണ്ടനൊന്നും അല്ല, പക്ഷേ കുറച്ച് സമാധാനത്തോടു കൂടി ആലോചിച്ചിട്ട് തീരുമാനിക്കാമെന്ന് മാത്രമേ ഞാൻ ചിന്തിച്ചിരുന്നുള്ളൂ. നിന്നെ വിട്ട് കളയാനായിട്ട് എനിക്ക് സാധിക്കില്ല, പക്ഷെ എന്ത് ചെയ്യണം എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. ഇവനെയൊക്കെ ഇങ്ങനെ കല്യാണം കഴിക്കാനാ, ഇവൻ്റെയൊക്കെ കൂടെയുള്ളൊരു ജീവിതം ആരാണ് കിട്ടുന്നതെങ്കിലും പോകും എന്ന് പറയുകയാണ്. ഇവൻ ശരിക്കും ഒരു വട്ടനെ പോലെ ഉണ്ടല്ലോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വർഷ പറയണേ, ഇവൻ മാത്രമേ ഉള്ളൂ വട്ടൻ, ഇവൻ്റെ വീട്ടിലുള്ളവരൊക്കെ ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ആൾക്കാരാണ്, എങ്ങാനും അവരുടെ കയ്യിൽ ഞാൻ ചെന്ന് പെട്ട് കഴിഞ്ഞാൽ അതോടുകൂടി എൻ്റെ ജീവിതം പോയത് തന്നെ. എന്തായാലും ശ്രീകാന്തെ, നീ എനിക്ക് വേണ്ടി വന്നല്ലോ, നീ കണ്ടില്ലേ കല്യാണപ്പുടവ് വരെ എടുക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി, നമുക്കിനി അധികം സമയമൊന്നുമില്ല, എന്താണെങ്കിലും പെട്ടെന്ന് തീരുമാനിക്കണമെന്ന് പറയുകയാണ്. ശ്രീകാന്തും പറയാണ്, ശരിയാണ്, ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് നീ പറയുന്ന കാര്യത്തിന് എത്രത്തോളം ഗൗരവം ഉണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലായത്. എന്ത് ചെയ്യണമെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല, എന്നാലും പെട്ടെന്ന് എന്തെങ്കിലും തീരുമാനിക്കാം എന്ന് ശ്രീകാന്തും പറയാണ് കേട്ടോ. അടുത്ത സീനിൽ നമ്മുടെ സുധീനെയാണ് കാണിക്കുന്നത്. അപ്പോൾ സുധി ഓടി വന്ന് അമ്മയുടെ അടുത്തുനിന്ന് പറയുകയാണ്, അമ്മ എനിക്കിന്നൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകണം, കാറിൽ തന്നെ പോകണം, എനിക്കൊരു 500 രൂപ തരുമെന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും ചന്ദ്ര പറയുകയാണ്, എടാ നിനക്കെന്താ ഓട്ടോയിൽ പോയാൽ ഭയങ്കര വെയിലാണമ്മേ, ഇൻ്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ ഫ്രഷ് ആയിട്ടിരിക്കണ്ടേ, അപ്പോൾ കാറിൽ തന്നെ പോകണം, ഒരു 500 രൂപ അമ്മ എനിക്ക് താ അമ്മയെന്ന് പറയാണ്. അപ്പോഴത്തേക്കും ചന്ദ്ര പറയുകയാണ്, 500 രൂപയെ എൻ്റെ കയ്യിൽ 10ൻ്റെ പൈസ ഇപ്പോൾ എടുക്കാനില്ല, ആ വീട്ടു പ്രമാണത്തിൻ്റെ കാര്യം കഴിഞ്ഞതിന് ശേഷം അച്ഛൻ എനിക്ക് 10ൻ്റെ പൈസ തരാറില്ലടാ, മാത്രമല്ല എനിക്ക് തന്ന പൈസയാണെങ്കിലോ ഏതോ ഒരു ദുഷ്ടൻ അവനാണെങ്കിൽ കട്ടുകൊണ്ട് പോയി, അത് കാരണം കയ്യിലാണെങ്കിൽ 10ൻ്റെ പൈസ ഇരിക്കുന്നില്ല, നിനക്കിപ്പോൾ പൈസ വേണമെന്നുണ്ടെങ്കിൽ നീ നിൻ്റെ അച്ഛനോട് തന്നെ ചോദിക്കുന്നു പറയാണ്. അങ്ങനെ സുധി പറയാണ്, അമ്മ തന്നെ ചോദിച്ച് അച്ഛനോട് പറഞ്ഞ് ശരിയാക്കി തരാൻ പറയാണ്. അങ്ങനെ ചന്ദ്ര പറയാണ്, ഞാനായിട്ട് ചോദിക്കുകയൊന്നുമില്ല, നീ തന്നെ പോയിട്ട് നിൻ്റെ അച്ഛനോട് പറഞ്ഞ് പെൻഷൻ തുകയിൽ നിന്ന് ഒരു 500 രൂപ മേടിച്ചെടുത്തോളാൻ പറയാണ് കേട്ടോ. അങ്ങനെ സുധി പതിയെ അച്ഛൻ്റെ അടുത്ത് നിൽക്കുകയാണ്. അപ്പോൾ അച്ഛനാണെങ്കിൽ സച്ചിനോട് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രവീന്ദ്രൻ സച്ചിയോട് ചോദിക്കുകയാണ്, എടാ നീ എനിക്കൊരു 500 രൂപയ്ക്ക് ചില്ലറ തരോ,
എൻ്റെ കയ്യിലെല്ലാം നോട്ടാണ് ഉള്ളത്, എനിക്ക് ബസ്സിന് പോകേണ്ട കാര്യമുണ്ട്, അതുകൊണ്ടാണെന്ന് പറയുകയാണ്. വേഗം തന്നെ സച്ചി 500 രൂപ എടുത്ത് കൊടുക്കുകയാണ് കേട്ടോ, ചില്ലറയാക്കിയിട്ട്. അങ്ങനെ സച്ചിയുടെ അടുത്ത് അച്ഛൻ 500 രൂപയുടെ ഒരു നോട്ട് കൊടുക്കുമ്പോൾ സച്ചി പറയുകയാണ്, അച്ഛാ എനിക്കത് വേണ്ട, അച്ഛൻ്റെ കയ്യിലിരുന്നോട്ടെ എന്നിങ്ങനെ സച്ചി നിർബന്ധിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ 500 രൂപയുടെ ചില്ലറ കിട്ടിയല്ലോ. ആ ചില്ലറ പൈസയല്ല, അതിലൊരു 50 രൂപയുടെ നോട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വിത്ത് ലവ് ചിഹ്നമൊക്കെ വെച്ചിട്ട് മൈന എന്നിങ്ങനെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സച്ചിനോട് ചോദിക്കുകയാണ്, ഇതെന്താടാ ലവ് ചിഹ്നമൊക്കെ ഇതിൽ കാണുന്നത്? ഇപ്പോഴത്തെ ലവൊക്കെ ഇങ്ങനെയാണെച്ചാ, ഇപ്പോൾ ആർക്കും ആരോട് സ്നേഹമൊന്നുമില്ല, ഇതുമാതിരി ഓരോ കോമാളിത്തരം, ഇപ്പോൾ ശരിക്കും റിയലായിട്ടുള്ളൊരു ലവൊന്നും ഇപ്പോൾ ഇല്ലെന്നേന്ന് പറയണം. അങ്ങനെ പറഞ്ഞ് സച്ചി നോക്കുന്നത് രേവതിയാണെങ്കിൽ കണ്ണുരുട്ടി പേടിപ്പിക്കുകയാണ്. സച്ചി, ദൈവമേ, അറിയാതെ വൈന്ന് വീണുപോയി, ഇനി റിയൽ ലവൊന്നും അല്ലേ ഇവളുടെ അതെങ്കിലും ഞാൻ പറഞ്ഞതുപോലെ ഇവളെ സംസാരിക്കും, ഇത് അറിയാതെ പറഞ്ഞും പോയല്ലോ. അച്ഛാ, ഇപ്പോഴൊക്കെ സ്നേഹമൊക്കെ ഉണ്ട്, നല്ല സ്നേഹമൊക്കെ ഉണ്ട്, പക്ഷെ കുറേയൊക്കെ നല്ല സ്നേഹമില്ല. അപ്പോൾ രവീന്ദ്രൻ ചോദിക്കുകയാണ്, നീ എന്താ ഉദ്ദേശിക്കുന്നത്? ശരിക്കും സ്നേഹം ഉണ്ടെന്നോ ഇല്ലയെന്നോ? ഉണ്ടെന്നും പറയാം, ഇല്ലയെന്നും പറയാം അച്ഛാ എന്നിങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ രേവതിയാണെങ്കിൽ ദേഷ്യത്തിൽ ഇങ്ങനെ സച്ചിനെ നോക്കുകയാണ്. വേഗം തന്നെ സച്ചി പറയാണ്, എന്തായാലും ഞാൻ പോട്ടെ, ചോട്ടം ഉണ്ട്, രേവതി ഞാൻ പോയിട്ട് വരാമെന്ന് പറയാണ്. അപ്പോൾ എന്തിനാ എന്ന് ചോദിക്കുകയാണ്. ചോറുണ്ണാൻ വരാം എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി പെട്ടെന്ന് അവിടെ നിന്ന് എസ്കേപ്പ് ആവാണ് കേട്ടോ. അതിനുശേഷം രേവതിയാണെങ്കിൽ രവീന്ദ്രൻ ചായ എടുക്കാനായിട്ട് പോവുകയും ചെയ്യാണ്. അപ്പോൾ ഈ സമയത്ത് പതിയെ സ്തുതി വരികയാണ്. സ്തുതി വന്നിട്ട് അച്ഛനോട് ചോദിക്കുകയാണ്, അച്ഛാ 500 രൂപയ്ക്ക് ചില്ലറ ഉണ്ടോയെന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും രവീന്ദ്രൻ പറയണം, 500 രൂപയ്ക്ക് ചില്ലറ എൻ്റെ കയ്യിലില്ല, ഞാനിപ്പോൾ സച്ചിയുടെ കയ്യിൽ നിന്ന് 500 രൂപയുടെ ചില്ലറ ആക്കിയിട്ടുണ്ട്, ആ പൈസ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ടെന്ന് പറയുകയാണ്. എനിക്കാണെങ്കിൽ അത് ആവശ്യമുണ്ട്. അപ്പോഴത്തേക്കും ചന്ദ്ര വേഗം തന്നെ വന്നിട്ട് പറയണേ, 500 രൂപയ്ക്ക് നിങ്ങൾക്ക് ചില്ലറ കൊടുക്കാനായിട്ട് പറ്റിയില്ലെങ്കിൽ എന്താ 300 രൂപയ്ക്കെങ്കിലും ഒന്ന് കൊടുത്തേക്കെന്ന് പറയണം. വേഗം തന്നെ രവീന്ദ്രൻ ശരി 300 രൂപയ്ക്ക് ചില്ലറ ആരാന്നും പറഞ്ഞുകൊണ്ട് 300 രൂപ എണ്ണ ഇങ്ങനെ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ സുധിയുടെ കണ്ണാണെങ്കിൽ ആ പൈസയുടെ ഉള്ളിൽ ഇങ്ങനെ വീണ് കിടക്കുന്ന പോലെ കേട്ടോ, അത്ര ആക്രാന്തത്തോടു കൂടിയാണ് ആ പൈസേനെ സുധി നോക്കുന്നത്. വേഗം തന്നെ 300 രൂപ കൊടുക്കുകയാണ് രവീന്ദ്രൻ. കൊടുത്തതും വേഗം തന്നെ ശരി അച്ഛാ പിന്നെ കാണാമെന്ന് പറഞ്ഞുകൊണ്ട് സുധി ഓടുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും രവീന്ദ്രൻ പറയണേ, എടാ സുധി നീ 500 രൂപയേ ഉള്ളൂ, ചില്ലറ തരാനല്ലേ പറഞ്ഞത്, ഇപ്പം എൻ്റെ കയ്യിൽ 300 രൂപ നീ മേടിച്ചിട്ട് പോയാൽ 500 രൂപ തന്നിട്ട് പോടാന്ന് പറയാണ്. അപ്പോഴേക്കും ചന്ദ്ര പറയാണ്, അത് പിന്നെ അവൻ്റെ കയ്യിൽ ഇപ്പം 500 രൂപയല്ലേ, ആ 500 രൂപയിൽ അവന് 200 രൂപ ആക്കിയിട്ട് നിങ്ങൾക്ക് കൊണ്ട് തന്നോളൂ, ബാക്കി 200 നിങ്ങൾക്ക് കിട്ടുന്നുള്ളൂ, വൈകുന്നേരം തന്നോളൂ എന്ന് പറയുകയാണ്. അപ്പോൾ രവീന്ദ്രൻ ചോദിക്കുകയാണ്, നിനക്ക് സാലറി കിട്ടുന്ന സമയമല്ലോ കിട്ടിയില്ലേന്ന് ചോദിക്കുകയാണ്. ഇന്ന് കിട്ടുമെന്ന് പറയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറയുകയാണ്, എങ്കിൽ പിന്നെ കിട്ടിയ ഉടനെ തന്നെ നിൻ്റെ ഭാര്യയുടെ കയ്യിൽ പൈസ കൊടുത്ത് ഏൽപ്പിച്ചേക്കണം, എന്നാലാണ് നിനക്ക് മര്യാദ ഉണ്ടാവുള്ളൂ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് രവീന്ദ്രൻ ആ പൈസയായിട്ട് രവീന്ദ്രൻ്റെ കയ്യിൽ ബാക്കി പെൻഷൻ തുകയുണ്ടേ, അപ്പോൾ അതായിട്ട് അങ്ങ് പോവുകയാണ്. അതിനിടയിൽ രവീന്ദ്രൻ പറയാണ്, ഈ പൈസയൊക്കെ ഈ വീട്ടിൽ വെക്കാൻ തന്നെ പേടിയാവുന്നു എന്ന് പറഞ്ഞിട്ടാണ് അങ്ങോട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ചന്ദ്രയ്ക്ക് ദേഷ്യം വരികയാണിത് കേട്ടിട്ട്. അടുത്ത സീനിൽ കാണിക്കുന്നത് സച്ചിനെയാണ് കേട്ടോ. അപ്പോൾ സച്ചി ഒരുത്തനെയും കൊണ്ട് ഇങ്ങനെ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് വേറെ ആരുമല്ല, നമ്മുടെ സുധിയുടെ കൂടെ പാർക്കിൽ സുധിക്ക് ഫ്രണ്ടായിട്ടൊരുത്തനുണ്ടല്ലോ, അപ്പോൾ അവനെയും കൂട്ടിയാണ് പോകുന്നത്. അപ്പോൾ ഈ സമയത്ത് സുധിയുടെ ഫ്രണ്ട് എങ്ങനെയൊക്കെ പറയുകയാണ്, ഞാൻ വർക്ക് ചെയ്യണത് ഒരു 7 നില ബിൽഡിങ്ങിൻ്റെ മുകളിലാണ്, എൻ്റെ വർക്കിംഗ് ടൈം കുറച്ച് വൈകിപ്പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ വീരവാദമൊക്കെ ഈ വണ്ടിയിലിരുന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സച്ചിൻ വിചാരിക്കണേ, ഇത് വലിയ ജോലിക്കാരനാണ് എൻ്റെ വണ്ടിയിൽ കയറിയിരിക്കുന്നതെന്ന് സച്ചിൻ വിചാരിക്കുകയാണ് കേട്ടോ. അങ്ങനെ വണ്ടി ഒരു സ്ഥലത്ത് നിർത്താൻ പറയുകയാണ്. അപ്പോൾ അതൊരു പാർക്കാണ് കേട്ടോ. പാർക്കെന്ന് വെച്ചാൽ സുധി ജോലിയും കൂലി ഇല്ലാണ്ടിരിക്കുന്ന ആ പാർക്ക്. അപ്പോൾ ആ പാർക്കിൻ്റെ ഫ്രണ്ടിലെത്തി കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെയാണ് എനിക്ക് ജോലി ഇവിടെ നിർത്താൻ പറയുകയാണ് കേട്ടോ. അപ്പോൾ സച്ചി ഇങ്ങനെ ചിന്തിക്കുകയാണ്, പാർക്കിൽ ജോലിയോ, ഇതെന്താണോ സംഭവം എന്നിങ്ങനെ സച്ചി മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ സച്ചി പറയുകയാണ്, 300 രൂപയായെന്ന് പറയുകയാണ്. അപ്പോൾ അയാൾ പറയുകയാണ്, അയ്യോ എൻ്റെ കയ്യിൽ 500 രൂപയുള്ളൂല്ലോ, ഒരു കാര്യം ചെയ്യാം, ഞാൻ ഗൂഗിൾ പേ ചെയ്യാമെന്ന് പറയുകയാണ്. അപ്പോൾ സച്ചി പറയുകയാണ്, അയ്യോ ഗൂഗിൾ പേ ചെയ്യാനായിട്ട് എനിക്ക് അങ്ങനെയുള്ള ഫെസിലിറ്റി ഒന്നുമില്ല, നിങ്ങളൊരു കാര്യം ചെയ്യും, പൈസ ആയിട്ട് തന്നെ എനിക്ക് തന്നാൽ മതി എന്ന് പറയുകയാണ്. അങ്ങനെ ഇയാൾ പറയുകയാണ്, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നൊരു ഫ്രണ്ട് ഉണ്ട്, അവൻ്റെ കയ്യിൽ നിന്ന് ഞാൻ മേടിച്ച് പൈസ ആയിട്ട് തരാമെന്ന് പറഞ്ഞുകൊണ്ട് നേരെ സുധിയുടെ അടുത്തില്ലാണ്. അങ്ങനെ സുധീനോട് ചോദിക്കുകയാണ്, 500 രൂപയ്ക്ക് ചേഞ്ച് ഉണ്ടോ ഫ്രണ്ട് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സുധി പറയുകയാണ്, 500 രൂപയ്ക്ക് ചേഞ്ച് ഇല്ല, അപ്പം അച്ഛൻ കൊടുത്താൽ 300 രൂപ ഉണ്ടല്ലോ അതിങ്ങനെ കാണിക്കുകയാണ്. വേഗം ഇവൻ ആ പൈസയും മേടിച്ചുകൊണ്ട് വന്നിട്ട് നമ്മുടെ സച്ചിയുടെ കയ്യിൽ കൊടുക്കുകയാണ്. 300 രൂപ കേട്ടോ എന്ന് പറയുകയാണ്. ശരി എന്ന് പറയണം. അങ്ങനെ സച്ചി എണ്ണി നോക്കുന്ന സമയത്ത് സച്ചി ആദ്യം കണ്ട 50 രൂപയില്ലേ, രാവിലെ അച്ഛൻ്റെ കയ്യിൽ ചേഞ്ച് കൊടുത്തപ്പോൾ ഒരു മൈന എന്ന് പറഞ്ഞ ലവ് ചിഹ്നമൊക്കെ എഴുതിയിട്ടുണ്ട്, ആ ഒരു 50 രൂപ അതാണ് സച്ചിയുടെ കയ്യിലേക്ക് പിന്നെയും കിട്ടിയത്. അപ്പോൾ സച്ചി ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഇതല്ലേ ഞാൻ അച്ഛന് രാവിലെ കൊടുത്തത്,
പിന്നെന്താണ് ഇത് തന്നെ എൻ്റെ കയ്യിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്? ഇതെന്താ സംഭവം? ഈ അച്ഛനെങ്ങാനും ആണോ അകത്തിരിക്കുന്നത്? അച്ഛൻ അകത്തെങ്ങാനും ഉണ്ടോ? എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി വന്നതാണോ? അച്ഛൻ്റെ ഇതെങ്ങാനും ചില്ലറ മേടിച്ചിട്ടാണോ ഇവൻ ഈ തന്നത്? എന്തായാലും ഒന്ന് അകത്ത് കയറി നോക്കിയേക്കാന്ന് പറയാണ് കേട്ടോ. അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ സുധിയാണ്. അപ്പോൾ സുധിനോട് സുധിയുടെ ആ കൂട്ടുകാരൻ ചോദിക്കുകയാണ്, എന്താ ബ്രോ ഇന്ന് നിങ്ങൾക്ക് കഴിക്കാനായിട്ട് കൊണ്ടുവന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സുധി പറയുകയാണ്, എന്താണെന്നറിയില്ല, തുറന്നു നോക്കിയാലേ അറിയുള്ളൂ. അപ്പോൾ ഇയാൾ പറയുകയാണ്, എനിക്ക് വല്ല ഇഡ്ഡലി സാമ്പാറോ ഭയങ്കര ടേസ്റ്റാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. നമുക്ക് കഴിക്കാമെന്നൊക്കെ പറഞ്ഞിങ്ങനെ അവർ ഭക്ഷണം കഴിക്കാനായിട്ട് തുടങ്ങുന്ന അതേ സമയം തന്നെ സച്ചി ആ പാർക്കിൽ വന്നിങ്ങനെ ചുറ്റി നോക്കുകയാണ്. വേഗം തന്നെ സുധിയുടെ കണ്ണിൽ സച്ചി പെടുകയാണ് കേട്ടോ. വേഗം സുധി ഓടുകയാണ്, ഇപ്പോൾ വരാമെന്നും പറഞ്ഞുകൊണ്ട്. അങ്ങനെ സുധി സച്ചിയുടെ കണ്ണിൽ പെടാതിരിക്കാൻ വേണ്ടിയിട്ട് സച്ചി വരുന്നതനുസരിച്ച് മാറി മാറി ഒളിച്ചിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഒരു കണക്കിന് സച്ചിയുടെ കണ്ണിൽ സുധി പെടുന്നില്ല. ഏറ്റവും അവസാനം സുധി പെട്ടൂന്നായ സമയത്ത് വേഗം തന്നെ ഒരു ഭിക്ഷക്കാരൻ ഇരിപ്പുണ്ടാവും. അപ്പോൾ അയാളുടെ അപ്പുറത്തിരുന്ന ഭിക്ഷക്കാരി എഴുന്നേറ്റ് പോകുമ്പോൾ അവരുടെ ഷോൾ അവിടെ നിലത്ത് വെച്ചിട്ടാണ് അവർ എഴുന്നേറ്റ് പോയത്. വേഗം തന്നെ സുധി ആ ഭിക്ഷക്കാരൻ്റെ അപ്പുറത്ത് നിന്ന് ചെന്നിരുന്നിട്ട് ആ ഷോൾ വെച്ചിട്ട് തലം മറിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഈ ഭിക്ഷക്കാരൻ സച്ചിയുടെ അടുത്ത് വന്നിട്ട് എനിക്ക് എന്തെങ്കിലും തരുമോയെന്ന് ചോദിക്കുകയാണ്. അങ്ങനെ അയാൾക്ക് 1 രൂപ കൊടുക്കണം, ഞങ്ങൾ 2 പേരുണ്ടല്ലോ, ഒന്ന് തായോ എന്ന് പറയുകയാണ്. അപ്പോൾ ഭിക്ഷക്കാരൻ ചോദിക്കുകയാണ്, ഭിക്ഷക്കാരനല്ല, സച്ചി ചോദിക്കുകയാണ്, ഇതെന്തു പറ്റി, നിങ്ങളുടെ ഭാര്യയാണോ അല്ലെങ്കിൽ ആരാണിത് തല മറച്ചു വെച്ചിരിക്കുന്നത്? എന്തോ വലിയ അസുഖമാണെന്ന് തോന്നുന്നല്ലേ? എന്തായാലും 5 രൂപ തരാമെന്ന് പറഞ്ഞുകൊണ്ട് സുധിയുടെ ഫ്രണ്ടിലിരിക്കുന്ന ആ പാത്രത്തിൽ 5 രൂപ ഇട്ട് കൊടുക്കുകയാണ്. ഒരു കണക്കിന് സുധീനെ സച്ചിയുടെ കണ്ണിൽ പെടുന്നില്ല കേട്ടോ. അപ്പോൾ സുധി ആണെങ്കിൽ സച്ചി അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് മനസ്സിൽ വിചാരിക്കുകയാണ്, അവസാനം പോയി ഭിക്ഷ എടുക്കണ ഒരു അവസ്ഥയിലേക്ക് ഞാൻ വന്നല്ലോ ദൈവം, ഇനി എന്തൊക്കെ ആയിരിക്കും ഞാൻ അനുഭവിക്കേണ്ടത് എന്നിങ്ങനെ സുധി പറയുകയാണ് കേട്ടോ. അപ്പോൾ ഇതേ സമയം സുധിയുടെ ഫ്രണ്ട് സുധീനെ അന്വേഷിച്ച് വരികയാണ്. അപ്പോൾ സുധിയാണെങ്കിൽ പിച്ചക്കാരുടെ കൂടെ ഇരിക്കുന്നു. അപ്പോൾ സുധിയുടെ ആ കൂട്ടുകാരൻ ചോദിക്കുകയാണ്, അല്ല എന്താ ബ്രോ ഈ കാണിക്കുന്നത്, സൈഡ് ബിസിനസ് വേണമെന്ന് പറഞ്ഞ് ഇതാണോ ചെയ്യാൻ പോകുന്നത്? അപ്പോഴേക്കും സുധി പറയുകയാണ്, അതൊന്നുമല്ല, എൻ്റെ അനിയനാണ് ഇപ്പോൾ വന്നു പോയത്, എങ്ങാനും എന്നെ ഇവിടെ വെച്ച് കണ്ടിരുന്നെങ്കിലേ വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞു കൊടുത്തേനെ എനിക്ക് ജോലിയൊന്നുമില്ലാന്ന്, അതുകൊണ്ട് ഇങ്ങനെ വിളിച്ചിരുന്നതെന്ന് പറയാണ്. അത് നിങ്ങളുടെ അനിയനായിരുന്നല്ലേ? അതേന്ന് പറയാണ്. അപ്പോൾ സുധി ഇയാളോട് ചോദിക്കുകയാണ്, ബ്രോ എനിക്കൊരു ഹെൽപ്പ് ചെയ്യുമോ, നിങ്ങളെന്തായാലും പലിശയ്ക്ക് പൈസ കൊടുക്കുന്ന ആളല്ലേ, എനിക്ക് ഒരു 20,000 രൂപ പൈസ കടം തരുമോയെന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്ക് ഇയാൾ പറയണം, ജോലിയും കൂലിയും ഉള്ളവന് കൊടുത്താൽ കൂടെ തിരിച്ച് കിട്ടുന്നില്ല, പിന്നെയാണോ ബ്രോയ്ക്ക് ആയിരുന്നത്? ബ്രോ എനിക്ക് പൈസ തിരിച്ചു തരും എന്നുള്ള ഒരു വിശ്വാസം എനിക്കില്ല എന്ന് പറയുകയാണ്. അപ്പോഴേക്കും സ്തുതി ചോദിക്കുകയാണ്, എന്താണ് ബ്രോ ഇത്രയധികം നമ്മൾ തിക് ഫ്രണ്ട്സായിട്ട് പോലും എനിക്കൊരു 20,000 രൂപ കടം തരാനായിട്ട് ബ്രോക്ക് പറ്റില്ലേ എന്ന് ചോദിക്കുകയാണ്. അവസാനം ഇയാൾ കൊടുക്കാമെന്നാവാണ് കേട്ടോ. അങ്ങനെ ഇയാൾ പറയണം, ആധാർ കാർഡ് അവിടെ അതൊക്കെ കാണണം, പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ഭാര്യ വർക്ക് ചെയ്യുന്ന ആ സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽസ് മുഴുവനായിട്ട്, നിങ്ങളുടെ വീട് എവിടെയാണ് അതെല്ലാം നിങ്ങൾ തന്നിരിക്കണം എന്ന് പറയുകയാണ്. അതിനുശേഷം ഇയാൾ പെട്ടെന്ന് തന്നെ ഇതൊക്കെ തന്നേക്കണോട്ടാടാന്ന് പറയുകയാണ്. അപ്പോഴേക്കും സ്തുതി പറയുകയാണ്, ഇത്രയും കാലം ഇങ്ങനെ ഇല്ലല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്, ഇപ്പം നീ എൻ്റെ കസ്റ്റമറായില്ലേ, അപ്പം ഞാൻ കുറച്ച് ഇതുപോലെ ഇരിക്കുകയുള്ളൂ, റഫായിട്ട് പെരുമാറിയാൽ മാത്രമാണ് എൻ്റെ പേയ്മെൻറ്റ് കറക്റ്റായിട്ട് വരുള്ളൂ, അപ്പോൾ ഇനി മുതൽ ഇങ്ങനെ പ്രതീക്ഷിച്ചാൽ മതി എന്ന് പറയുകയാണ്. അങ്ങനെ 20,000 രൂപ അയാളുടെ കയ്യിൽ നിന്ന് നമ്മുടെ സ്തുതി മേടിക്കുകയാണ്. അടുത്ത സീനിൽ കാണിക്കുന്ന വർഷേനെയാണ്. അപ്പോൾ വർഷയാണെങ്കിൽ ഭയങ്കര സന്തോഷത്തോടുകൂടി കയറി വരികയാണ്. കുറേ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വർഷയുടെ അമ്മയച്ഛനും ചോദിക്കുകയാണ്, അല്ല നീ ഇവിടെ നിന്ന് ഭയങ്കര വിഷമത്തിലല്ലേ പോയത്, ഇപ്പോൾ വരുമ്പോൾ എന്താ ഭയങ്കര ഹാപ്പി ആയിട്ട് വരുന്നത്? അപ്പോൾ വർഷ പറയുകയാണ്, അത് പിന്നെ ഇപ്പോഴല്ലേ അമ്മയുടെ അച്ഛൻ്റെ മരുമകനെ കുറിച്ചിട്ട് എനിക്ക് മനസ്സിലായത്, അവൻ വളരെ നല്ല വ്യക്തിയാണ്, എന്തായാലും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, എന്നെ എത്രത്തോളം കെയർ ചെയ്യും എന്നുള്ളത് ഇന്നല്ലേ എനിക്ക് മനസ്സിലായി എന്ന് പറയുകയാണ്. അപ്പോഴത്തേക്കും വർഷയുടെ അച്ഛനും അമ്മയും മുഖത്തോട് മുഖം നോക്കുകയാണ്. വർഷയുടെ അച്ഛൻ പറയുകയാണ്, എനിക്കറിയായിരുന്നു മോൾ ഇന്നല്ലെങ്കിൽ നാളെ അവനെ സ്നേഹിക്കുമെന്ന്, അത്ര നല്ല പയ്യനാണ് ബിജു. അപ്പോൾ വർഷയും പറയുകയാണ്, അത് ശരി തന്നെയാണ് അച്ഛാ, ഞാനത് തിരിച്ചറിയാനായിട്ട് കുറച്ച് വൈകിപ്പോയി, എന്തായാലും നിങ്ങളുടെ മരുമകന് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്, ഇതൊക്കെ നല്ലതല്ലേ, മോളെ നല്ലത് തന്നെയാണെന്ന് പറയുകയാണ്. അങ്ങനെ വർഷ പറയുകയാണ്, എങ്കിൽ ഒരു ഗ്ലാസ് ചായ അമ്മ എനിക്ക് കൊണ്ടു തന്നേക്കണേ, എനിക്ക് എന്തായാലും നല്ല താല്പര്യമുണ്ട് ഇപ്പോൾ ആ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് വർഷ അകത്തേക്ക് കയറി പോവുകയാണ്. അപ്പോൾ വർഷയുടെ അച്ഛനും അമ്മയും കൂടെ സംസാരിക്കുകയാണ്. എന്തായാലും ഇപ്പോൾ സമാധാനമായി, അവൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഈ ഒരു ഗതിയും പരഗതിയില്ലാത്ത ഇവനെ കല്യാണം കഴിക്കുന്നതിലും നല്ലത് ബിജുവിനെ കല്യാണം കഴിച്ച് രാജകുമാരിനെ പോലെ ജീവിക്കുന്നതാണെന്ന്. മാത്രമല്ല അവർ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് അല്ലേ, അപ്പോൾ പിന്നെ സംസാരിച്ച് വന്നു കഴിഞ്ഞപ്പോൾ അവർക്കിടയിൽ പ്രണയം വന്നിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കുമല്ലോ അവളുടെ മനസ്സ് പെട്ടെന്ന് മാറ്റിയത്. എന്തായാലും ബിജു മിടുക്കൻ തന്നെയാണ്, അവളുടെ മനസ്സ് മാറ്റി അവളെ അങ്ങ് സ്വന്തമാക്കി എന്നൊക്കെ ഇങ്ങനെ അച്ഛനും അമ്മയും പറയുകയാണ് കേട്ടോ. അപ്പോൾ അടുത്ത സീനിൽ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വർഷ റൂമിൽ വന്നിട്ട് നമ്മുടെ ശ്രീകാന്തിനെ വിളിക്കുകയാണ്. എന്തായാലും ശ്രീകാന്തെ, എനിക്കിപ്പോഴാണ് നിനക്ക് എന്നോട് എത്രത്തോളം സ്നേഹമുണ്ടെന്നുള്ളത് മനസ്സിലായത്, എനിക്ക് ഭയങ്കര സന്തോഷമായി, എന്നെ തേടി അവിടം വരെ വന്നില്ലേ. പിന്നെ ഒരു കാര്യം പറയട്ടെ, ബിജു വളരെ മോശപ്പെട്ടവനാണ്, അവനെ തൊട്ട് സംസാരിക്കാൻ വരെ കാറിൽ വെച്ച് വന്നു എന്ന് പറയുകയാണ്. അപ്പോഴത്തേക്ക് ശ്രീകാന്ത് പറയുകയാണ്, അത് ശരി, അപ്പം നിനക്ക് ആ സമയത്ത് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ അവരെ കൈ ഞാൻ ഒടിച്ചു വെച്ചേനെന്ന് പറയുകയാണ്. അപ്പോൾ വർഷ പറയുകയാണ്, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, കൈ കിട്ടുമല്ലോ, എന്തായാലും ഇനിയിപ്പോൾ അധികം സമയം
സമയമില്ല ശ്രീകാന്ത്, നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് പറയുകയാണ്. അപ്പോൾ ശ്രീകാന്ത് പറയുകയാണ് അതെന്തായാലും നമുക്ക് നോക്കാമെന്ന് പറയുകയാണ്. അപ്പോൾ ഇതേ സമയം തന്നെ വർഷയുടെ അമ്മ ചായയായിട്ട് വരികയാണ്. അപ്പോൾ വർഷ പൊട്ടിച്ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നത് വർഷയുടെ അമ്മ കാണുകയാണ്. ആരാ മോളെ എന്ന് നോക്കുമ്പോഴത്തേക്കും അത് ബിജു ആണെന്ന് പറയുകയാണ്. അപ്പോൾ ഇത് കേട്ടതും വർഷയുടെ അമ്മ വിചാരിക്കുകയാണ് എങ്കിൽ മോളെ സംസാരിച്ചോ മരുമകനോട് സംസാരിച്ചോ, ചായയും കുടിച്ചോ എന്ന് പറയുകയാണ്. അപ്പോൾ ശ്രീകാന്ത് പറയുകയാണ് അമ്മ എന്തെങ്കിലും മനസ്സിലാക്കിയോ? ഇല്ലില്ല, ഞാൻ പറഞ്ഞല്ലോ മരുമകനോടാണ് സംസാരിക്കുന്നതെന്ന്. എന്തായാലും നീയല്ലേ എന്നെ കല്യാണം കഴിക്കാൻ പോകുന്നത്, അപ്പോൾ എൻ്റെ മരുമകൻ മേടിച്ചു തന്ന സാധനങ്ങളാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ പർച്ചേസ് ചെയ്ത സാധനമൊക്കെ ഞാൻ കാണിച്ചു കൊടുത്തു എന്ന് പറയുകയാണ്. അപ്പോഴത്തേക്കും ശ്രീകാന്ത് പറയുകയാണ് എന്നാലും അവൻ ആ പാൻറ്റ് കീറിയെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു വിട്ട് കഴിഞ്ഞപ്പോൾ ഏത് വഴിക്ക് പിന്നെ അവൻ പോയിന്ന് അറിഞ്ഞൂടാ, ആ ബിജുവിനെ പിന്നെ ആ വഴിക്ക് കണ്ടില്ലല്ലോ എന്ന് പറയുകയാണ്. അപ്പോൾ വർഷയും പറയുകയാണ് വഴിക്ക് അവൻ്റെ വീട്ടിലോട്ട് ഓടി പോയിട്ടുണ്ടാവും കോമാളി എന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ ചിരിച്ച് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ സമയത്താണ് ഈ ബിജു കുറച്ച് ഡ്രസ്സൊക്കെ ആയിട്ട് ഇവരുടെ വീട്ടിലോട്ട് കയറി വരുന്നത്. അങ്ങനെ അച്ഛൻ ഇരിക്കുന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അമ്മയും വരികയാണ്. അമ്മ വന്നു കഴിയുമ്പോഴത്തേക്ക് ഇതെന്താ മോനെ ഡ്രസ്സൊക്കെ? വർഷയ്ക്ക് ഇഷ്ടപ്പെടാത്ത കുറച്ച് ഡ്രസ്സുകളാണ്, പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു, ഞാനത് മേടിച്ചു ആൻറ്റി. എന്തായാലും വർഷം എന്തേന്ന് ചോദിക്കുകയാണ്. അങ്ങനെ വർഷേനെ ഇപ്പോൾ വിളിക്കാമെന്ന് പറയണം. അപ്പോഴും അമ്മയ്ക്ക് സംശയമില്ല കേട്ടോ. അങ്ങനെ വർഷയുടെ റൂമിൽ ചെന്ന് വർഷേനെ വിളിക്കാനായിട്ട് നോക്കുമ്പോൾ വർഷ അപ്പോഴും പൊട്ടിച്ചിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർക്ക് മനസ്സിലായി എന്തോ വിശപ്പശക്കുണ്ട്. വർഷയോട് വയ്ക്കുകയാണ് നീ ആരോടാ സംസാരിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. ബിജുവിനോട് അമ്മയെന്ന് പറയുകയാണ്. അപ്പോഴത്തേക്കും വേഗം തന്നെ ഇവളുടെ അമ്മ അത് ശരി ഇങ്ങ് വാന്ന് പറഞ്ഞുകൊണ്ട് ബിജു ഇരിക്കുന്നത് ആരാന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും വർഷ ആകെ ഞെട്ടുകയാണ് കേട്ടോ. എന്നിട്ട് ഇവർ വേഗം തന്നെ വർഷയുടെ അമ്മ ഈ ഫോണങ്ങ് തട്ടിപ്പറിച്ച് മേടിച്ചിട്ട് പറയുകയാണ് എടാ പോക്കിരി, നിന്നോട് എത്ര തവണ പറയണോടാ എൻ്റെ മകളെ വിളിക്കരുതെന്ന്, നിനക്ക് നാണമില്ലേടാ, നിർത്തിയിട്ട് പോടാ എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ അങ്ങ് കട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത് കേട്ട് ശ്രീകാന്തും ആകെ അപ്സെറ്റ് ആവുകയാണ്. വർഷയും ആകെ അപ്സെറ്റ് ആവുകയാണ്. അങ്ങനെ വർഷയെ കൂട്ടി ബിജുവിൻ്റെ അടുത്ത് ചെല്ലുകയാണ്. അങ്ങനെ ബിജു ആണെങ്കിൽ വർഷേ നിൻ്റെ കൈയുടെ അളവൊന്നും എനിക്ക് എടുക്കണമല്ലോ, കൈ കാണിക്കുമെന്ന് പറയുകയാണ്. അങ്ങനെ വർഷ കൈയൊന്നും കാണിക്കുന്നില്ല. അപ്പോഴേക്കും വർഷയുടെ അമ്മ കാണിക്കടി എന്നിങ്ങനെ പറയാം കേട്ടോ. അങ്ങനെ വർഷ കൈ കാണിക്കുകയാണ്. എന്നിട്ട് മോതിരത്തിൻ്റെ അളവൊക്കെ എടുത്തിട്ട് ഇയാൾ പറയുകയാണ് നല്ല സോഫ്റ്റ് ഹാൻഡ്സാണ് നിനക്കുള്ളത്, ഞാൻ കോംപ്ലിമെൻറ്റ് ചെയ്തല്ലോ, താങ്ക് യു എന്ന് എന്ന് പറയണം വർഷയോട്. അപ്പോൾ വർഷ താങ്ക് യു എന്ന് അമ്മേനെ പേടിച്ച് പറയാൻ കേട്ടോ. അതിനുശേഷം വർഷയുടെ അമ്മയാണെങ്കിൽ വർഷയുടെ ഫോണും അതുപോലെ തന്നെ 2 ഫോൺ ഉണ്ടായിരുന്നു അതെല്ലാം എടുത്ത് മാറ്റുകയാണ് കേട്ടോ. എന്നിട്ട് വർഷേനെ റൂമിലിട്ട് പൂട്ടുകയാണ്. അപ്പോൾ വർഷയുടെ അച്ഛൻ ചോദിക്കുക നീ എന്തി കാണിക്കുന്നത്? ഇത് ബിജു പോയതിന് ശേഷം കേട്ടോ, അത് പറയാൻ വിട്ടുപോയി. ബിജു അങ്ങ് പോയതിന് ശേഷമാണ് ഈ കാര്യങ്ങളൊക്കെ കാണിച്ചു കൂട്ടുന്നത്. അപ്പോഴത്തേക്കും വർഷയുടെ അച്ഛനോട് പറയുകയാണ് നമ്മളെ പറഞ്ഞ് അവൾ പറ്റിക്കുകയായിരുന്നു, അവൾ മരുമകൻ എന്ന് പറഞ്ഞത് ഇവനെക്കുറിച്ചിട്ടല്ല അവനെക്കുറിച്ചിട്ടാണ് പറഞ്ഞത്, രവീന്ദ്രൻ്റെ മകനെക്കുറിച്ചിട്ട്. എന്തായാലും അവൾ ഇനി കല്യാണ ദിവസം പുറത്തിറങ്ങിയാൽ മതി എന്ന് പറയുകയാണ്. അപ്പോഴത്തേക്കും വർഷയുടെ അച്ഛൻ പറയുകയാണ് ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല, എന്താ ചെയ്യേണ്ടതെന്നുള്ളത് എനിക്കറിയാമെന്ന് പറയുകയാണ്. അങ്ങനെ രവീന്ദ്രനെ വിളിക്കുകയാണ് വർഷയുടെ അച്ഛൻ. തന്നെ എനിക്കൊന്ന് കാണണം, തൻ്റെ വീട്ടിലേക്ക് വരാൻ പറയുകയാണ്. അപ്പോൾ രവീന്ദ്രൻ പറയാണ് നിങ്ങളുടെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന മര്യാദ എന്താണെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം, അങ്ങനെയൊന്നും പറ്റില്ല, ഞാൻ പറയുന്നിടത്ത് നിങ്ങൾ വന്നാൽ മതി എന്ന് പറയുകയാണ് കേട്ടോ. അടുത്ത സീനിൽ പിന്നെയും വർഷനെ കാണിക്കുകയാണ്. വർഷ ആണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ ചുറ്റും നോക്കുക. അപ്പോൾ വർഷം ഓർക്കുകയാണ് ഒരു പഴയ ഫോൺ മുകളിൽ ഇരിപ്പുണ്ട്, കബോർഡ് തുറന്നിട്ട് ആ ഫോൺ എടുക്കുകയാണ്. എന്നിട്ട് ആ നമ്പറിൽ നിന്ന് നമ്മുടെ ശ്രീകാന്തിനെ വിളിക്കുകയാണ്. അപ്പോൾ ശ്രീകാന്ത് അത് ആരാന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഞാൻ വർഷയെന്ന് പറയണം. അപ്പോൾ ശ്രീകാന്ത് പറയണം അയ്യോ ഇപ്പോഴല്ലേ നിൻ്റെ അമ്മ പ്രശ്നം ഉണ്ടാക്കിയത്? അപ്പോൾ വർഷ പറയണം അതെ എൻ്റെ ഫോണൊക്കെ മേടിച്ച് വെച്ചിരിക്കുകയാണ്, എന്നെ ഇപ്പോൾ തടങ്കലിലാക്കിയിരിക്കുകയാണ്, ഈ കല്യാണത്തിൻ്റെ അന്ന് മാത്രമേ എനിക്ക് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റുള്ളൂ എന്ന് അമ്മ പറഞ്ഞത്, ഇനി വൈകിക്കരുത് ശ്രീകാന്ത്, നമുക്ക് എന്തെങ്കിലും ചെയ്യണം എന്ന് പറയണം. അപ്പോൾ ശ്രീകാന്ത് പറയണം എന്തായാലും നമ്മുടെ കല്യാണം പെട്ടെന്ന് നടത്തണം, എന്തായാലും നീ പറയുന്ന എന്ത് കാര്യത്തിനും സഹകരിക്കാൻ ഞാൻ തയ്യാറാണെന്ന് പറയണം. അപ്പോഴത്തേക്കും വർഷ പറയണം അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് വേണ്ടത് നമുക്കൊരു സുഹൃത്താണ്, നമ്മളെ സഹായിക്കുന്ന ഒരു ഫ്രണ്ട് വേണമെന്ന് പറയണം. അപ്പോൾ ശ്രീകാന്ത് ഇങ്ങനെ ആലോചിക്കുകയാണ് എൻ്റെ അടുത്തൊരു ഫ്രണ്ട് ഒരുത്തിയുണ്ട്, അവൾ നമ്മളെന്തായാലും സഹായിക്കും, അവളോട് പറയാമെന്ന് പറയുകയാണ്. അങ്ങനെ വർഷ പ്ലാനൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. ശ്രീകാന്ത് അതുപോലെ തന്നെ ചെയ്യാമെന്നും പറയുന്നുണ്ട് കേട്ടോ. അടുത്ത സീനിൽ കാണിക്കുന്നത് വർഷയുടെ അച്ഛനെയാണ്. അപ്പോൾ അയാൾ രവീന്ദ്രനെയും കാത്തിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ രവീന്ദ്രൻ വരുവാണ്. അപ്പോൾ വർഷയുടെ അച്ഛൻ ചോദിക്കുകയാണ് എന്താ രവീന്ദ്ര എന്നെ വെയിറ്റ് ചെയ്യിപ്പിക്കാനായിട്ടാണോ നിങ്ങൾ കുറേ വൈകി വന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ രവീന്ദ്രൻ പറയുകയാണ് എന്തിനിങ്ങനെയൊക്കെ പറയുന്നത്, ഞാൻ ഇറങ്ങാൻ കുറച്ച് വൈകിപ്പോയി, അതുകൊണ്ടാണ് വൈകിപ്പോയത്, എന്താ കാര്യം, നിങ്ങൾ എന്തിനാ എന്നെ വിളിച്ചതെന്ന് ചോദിക്കുകയാണ്. നിൻ്റെ മകനോട് എൻ്റെ മകളോട് സംസാരിക്കരുതെന്ന് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, നിന്നോടും പറഞ്ഞു, അവനെക്കൊണ്ട് നീ എൻ്റെ മകളെ വിളിപ്പിക്കരുതെന്ന് പറയുകയാണ്. അപ്പോഴത്തേക്കും രവീന്ദ്രൻ പറയാണ് എൻ്റെ മകനോട് വിളിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവൻ വിളിക്കില്ല, നിങ്ങളുടെ മകൾ എൻ്റെ മകനെ വിളിച്ചിട്ടുണ്ടാവും, അതായിരിക്കുള്ളൂ സത്യം എന്ന് പറയുകയാണ്. അപ്പോഴത്തേക്കും വർഷയുടെ അച്ഛൻ പറയാണ് തൻ്റെ മകൻ എൻ്റെ മകളെ വിളിക്കുന്നുണ്ട്, എൻ്റെ മകളുടെ കല്യാണം ഉറപ്പിച്ചു, കല്യാണം അടുത്ത് തന്നെ ഉണ്ടാവും, ഈ ഒരു സമയത്ത് അവനെങ്ങനെ വിളിക്കുന്നത് ശരിയായിരിക്കില്ല എന്ന് പറയുകയാണ്. അപ്പോഴത്തേക്കും രവീന്ദ്രൻ ചോദിക്കുകയാണ് നിങ്ങളുടെ മകളോട് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കിക്കൂടെ എൻ്റെ മകനെ ഇനി വിളിക്കേണ്ടാന്ന്? എൻ്റെ മകളോട് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ കേട്ടാലല്ലേ പറ്റുള്ളൂ, അവൾ കേൾക്കുന്നില്ല, അതുകൊണ്ടാണ് നിങ്ങളുടെ മകനോട് പറയാൻ ഞാൻ പറഞ്ഞതെന്ന് പറയുകയാണ്.
അപ്പോഴേക്ക് രവീന്ദ്രൻ പറയാണ് എൻ്റെ മകൻ എന്തായാലും വിളിക്കാൻ പോകുന്നില്ല, ഞാൻ പറയുന്നതിന് അപ്പുറത്തേക്ക് ശ്രീകാന്ത് ഒരിക്കലും നിൽക്കില്ല, എൻ്റെ 3 മക്കളും ഞാൻ പറയുന്നതിൻ്റെ അപ്പുറത്തേക്ക് നിൽക്കില്ല, അതിൽ പ്രത്യേകിച്ച് ശ്രീകാന്ത് ഞാൻ പറയുന്നതിൻ്റെ അപ്പുറത്തേക്ക് ഒരിത്തിരി പോലും മാറില്ല. എനിക്ക് നിങ്ങൾ പറയുന്നൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. നിങ്ങളുടെ മകളെ നിങ്ങൾ പറഞ്ഞ് അടയ്ക്കൊതുക്കി വെക്കുക. എൻ്റെ മകൻ എന്തായാലും നിങ്ങളുടെ മകളെ വിളിക്കാനായിട്ട് പോകില്ല. മാത്രമല്ല അവർക്കിടയിൽ ഫ്രണ്ട്ഷിപ്പ് മാത്രമാണ്, അതുപോലും വേണ്ടാന്ന് ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട്, അവനത് സമ്മതിച്ചിട്ടുമുണ്ട്. എൻ്റെ മകനെ ഞാൻ തെറ്റിദ്ധരിക്കില്ല എന്ന് പറയുകയാണ് കേട്ടോ. അങ്ങനെ ശ്രീകാന്തിന് വേണ്ടിയിട്ട് നമ്മുടെ രവീന്ദ്രൻ നിന്ന് വാദിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും ശ്രുതിയുടെ അച്ഛൻ പറയുകയാണ്, എന്ത് തന്നെയാണെങ്കിലും ഇനി അവൻ്റെ കോളോ അല്ലെങ്കിൽ അവൾ അവനെ വിളിക്കുകയോ അവൻ ഇവളെ വിളിക്കാനോ ഇടവരുത്തരുത്. അങ്ങനെ അവൻ വിളിക്കുകയാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് എനിക്കറിയാമെന്ന് പറയുകയാണ്. അപ്പോഴത്തേക്കും രവീന്ദ്രൻ പറയാണ്, നിങ്ങളെന്താ വിരട്ടുകയാണോ? നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ മകളിൽ എനിക്ക് നല്ല വിശ്വാസമുണ്ട്. അവനായിട്ട് നിങ്ങളുടെ മകളുടെ ജീവിതത്തിൽ യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ്. അതോർത്തിട്ട് നിങ്ങൾ പേടിക്കുകയൊന്നും വേണ്ട. പിന്നെ നിങ്ങളുടെ മകളോട് പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ കടമയാണ്. ഞാൻ എന്തായാലും എൻ്റെ ഭാഗത്തുനിന്നോ എൻ്റെ മകൻ്റെ ഭാഗത്തുനിന്നോ അങ്ങനെ ഒരു പ്രശ്നവും ഇനി ഉണ്ടാവില്ല. പിന്നെ നിങ്ങൾ പറഞ്ഞല്ലോ പെൺകുട്ടികളില്ലാത്തത് കൊണ്ടിട്ട് എനിക്ക് പെൺപിള്ളേരുടെ അച്ഛന്മാരുടെ ബുദ്ധിമുട്ട് അറിയില്ല എന്ന്. എൻ്റെ വീട്ടിൽ 2 മരുമക്കളുണ്ട്, അപ്പോൾ അവരുടെ അച്ഛനാണ് ഞാൻ. ആ ഒരു നിലയിൽ നിന്നുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, എൻ്റെ മകനെ കൊണ്ടിട്ട് നിങ്ങളുടെ മകൾക്ക് യാതൊരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് പറയുകയാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ രേവതി തുണി മടക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടേക്ക് രവീന്ദ്രൻ വരികയാണ്. രവീന്ദ്രൻ ചോദിക്കുകയാണ്, സച്ചി എന്തേ മോളെന്ന് ചോദിക്കുകയാണ്. സച്ചി കുളിക്കുകയാണ് അച്ഛാ, എന്തേന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സച്ചി ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. വേഗം തന്നെ നമ്മുടെ രവീന്ദ്രൻ ഡോറടയ്ക്കുകയാണ്. എന്നിട്ട് സച്ചിയോടും രേവതിയോടും പറയുകയാണ്, അമ്മ ഇവിടെ ഇല്ലല്ലോ. ഇല്ല, അമ്മ കുറച്ചങ്ങ് മാറി നിൽക്കുകയാണെന്ന് പറയുകയാണ്. അത് പിന്നെ ഒരു കാര്യം പറയാനുണ്ട് നിങ്ങളോട് 2 പേരോടും. എന്നെ ഇന്ന് എൻ്റെ ഹെഡായിട്ടുള്ള ആ ഓഫീസർ വിളിച്ചിട്ടുണ്ടായിരുന്നു, വർഷയുടെ അച്ഛൻ. അപ്പോൾ വർഷയുടെ അച്ഛൻ എന്ന് ഞാൻ പറയുന്ന കേട്ടോ, എനിക്ക് പുള്ളിയുടെ പേരറിയില്ലാത്ത കാരണം ഞാനങ്ങനെ പറയുന്നതാണ്. അപ്പോൾ ആ പുള്ളി വിളിച്ചിട്ടുണ്ടായിരുന്നു. അയാൾ വിളിച്ചുകൊണ്ട് തന്നെ അയാളെ കാണാൻ വേണ്ടി ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അയാൾ പറഞ്ഞ കാര്യം ഇതാണ്, ശ്രീകാന്ത് അയാളുടെ മകളുടെ പിന്നാലെ നടക്കുകയാണെന്നോ അവർക്കിടയിൽ എന്തോ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെന്ന് തോന്നുകൂടാ. അപ്പോൾ അത് അയാൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ആ പെൺകുട്ടി വിളിക്കുന്നത് ഇയാൾ കണ്ടുവെന്നോ, ഇനി നമ്മുടെ ശ്രീകാന്ത് അയാളുടെ മകളെ വിളിക്കരുതെന്നും കൂടെ എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശ്രീകാന്ത് ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന്. ഇതിക്ക് മുൻപ് അയാൾ എന്നെ ഒരു തവണ വിളിച്ചിട്ടുണ്ട് സച്ചി. അന്നേ ഞാൻ അറിഞ്ഞതാണ് ഇതൊക്കെ. പക്ഷെ അവനോട് ചോദിച്ചപ്പോൾ വെറുതെ ഫ്രണ്ട്ഷിപ്പാണെന്നാണ് പറഞ്ഞത്. ചിലപ്പോൾ പക്ഷേ അവന് ഫ്രണ്ട്ഷിപ്പായിട്ടേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഈ പെണ്ണ് ചിലപ്പോൾ അവനെ വിടാതെ പിന്തുടരണേ ഇരിക്കുകയുള്ളൂ. എന്ത് തന്നെയാണെങ്കിലും ഇനി ആ ഒരു ഫ്രണ്ട്ഷിപ്പ് വേണ്ട. അവനോട് എടുത്തു പറഞ്ഞ് അത് മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ കടമയാണ്. അതുകൊണ്ട് സച്ചി വഴക്കൊന്നുമില്ലാതെ അവനോട് പറയണം. പിന്നെ അയാൾ പറഞ്ഞു, ഇനി അവനെങ്ങാനും ആ പെൺകുട്ടിയെ വിളിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കല്യാണം എങ്ങാനാണെന്ന്. പെൺകുട്ടിയെ വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വേണ്ട വിധത്തിൽ അവൻ എന്താണെന്ന് വെച്ചാൽ ചെയ്യാനായിട്ട് അയാൾക്ക് അറിയാമെന്ന് പറഞ്ഞു എന്ന് പറയാണ്. ഇത് കേൾക്കുന്ന സച്ചി പറയണം, അയാൾ അങ്ങനെ പറഞ്ഞു, അച്ഛൻ അയാളുടെ അടുത്ത് പോയപ്പോൾ എന്നോടൊരു വാക്ക് പറയണ്ടായിരുന്നു, ഞാനും കൂടെ വരില്ലേ. അപ്പോഴേക്ക് രവീന്ദ്രൻ പറയാണ്, എൻ്റെ സച്ചി ഞാനിങ്ങനെ എടുത്തു ചാടി ഒന്നും ചെയ്യരുതെന്ന് പ്രത്യേകം പറയുന്നതാണ്. നമ്മുടെ ശ്രീകാന്തിൻ്റെ ഭാഗത്തേക്ക് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവണമെന്നൊന്നുമില്ല. പക്ഷേ ആൾക്കാർ പലതും പറയുമല്ലോ, നാളെ അവൻ കല്യാണം കഴിക്കുന്ന ആ ഒരു സമയത്ത് ചിലപ്പോൾ ഈ ഒരു കഥയൊക്കെ പുറത്ത് വരും. ചിലപ്പോൾ അവൻ്റെ ഉള്ളിലൊന്നും ഉണ്ടാവില്ല, പക്ഷേ ആ പെൺകുട്ടി എന്താണ് ചിന്തിച്ച് വെച്ചിരിക്കുന്നതെന്നുള്ളത് നമുക്കറിയില്ലല്ലോ എന്ന് പറയുകയാണ്. അപ്പോൾ ഈ സമയത്താണെങ്കിൽ രേവതി പറയുകയാണ്, ഇതിനെക്കുറിച്ചിട്ട് എനിക്ക് ഇന്നലെ അറിയായിരുന്നു എന്ന് പറഞ്ഞിട്ട് വർഷ ഇവിടെ വന്ന കാര്യം അങ്ങ് പറയാൻ പോകുന്നതും സച്ചി പറയുകയാണ്, മിണ്ടാതിരിക്കും രേവതി എന്ന് പറയാൻ കേട്ടോ. എന്താണെങ്കിലും അച്ഛ അവനോട് പറഞ്ഞ് മനസ്സിലാക്കുക, അച്ഛനിതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട, അച്ഛൻ്റെ പേര് കളയുന്ന രീതിക്ക് ഒരിക്കലും ശ്രീകാന്ത് പെരുമാറില്ല എന്ന് പറയാണ്. അപ്പോൾ രവീന്ദ്രൻ പറയാണ്, അതിലെനിക്കൊരു സംശയവുമില്ല, അവനൊരിക്കലും എന്നെ ധിക്കരിച്ചുകൊണ്ട് ഒന്നും ചെയ്യൂല. നമ്മുടെ കുടുംബത്തിൻ്റെ അവസ്ഥയും നമ്മുടെ കഷ്ടപ്പാടുകളൊക്കെ മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുന്നവൻ തന്നെയാണ് അവൻ. സുധിയെ പോലെയൊന്നുമല്ല. അതുകൊണ്ട് എനിക്കതിൽ പേടിയുമില്ല. പക്ഷേ എന്നാലും അയാളിനി എന്തെങ്കിലും ചെയ്തു കൂട്ടുമോ എന്നുള്ളൊരു പേടി എനിക്കില്ലാതെയില്ല മോനെ. എന്തായാലും അവനോട് പറഞ്ഞേക്ക്, അവൻ കാരണം ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവണ്ട, ആ കാര്യം ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിയേക്കെന്ന് പറയുകയാണ്. അപ്പോൾ ഇതിനിടയിൽ നമ്മുടെ രേവതി പറയുകയാണ്, അച്ഛാ എന്ത് തന്നെയാണെങ്കിലും എനിക്കൊരു കാര്യം പറയാനുണ്ട് അച്ഛാ, ശ്രീകാന്തിനോട് ഇതിനെക്കുറിച്ചിട്ടൊന്ന് ചോദിക്കുന്നത് നല്ലതായിരിക്കില്ല എന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും സച്ചി പറയുകയാണ്, എന്തിനാ ശ്രീകാന്തിനോട് ചോദിക്കുന്നത്, നീ മിണ്ടാതിരിക്കാന്ന് പറയുകയാണ്. എന്നിട്ട് സച്ചി അച്ഛനോട് പറയുകയാണ്, അച്ഛൻ എന്ത് കാര്യമാണെങ്കിലും ഞാനത് ഡീൽ ചെയ്തേക്കാം, സോഫ്റ്റായിട്ട് തന്നെ പറഞ്ഞ് മനസ്സിലാക്കിയേക്കാം എന്ന് പറയുകയാണ്. അങ്ങനെ രവീന്ദ്രനോടൊന്ന് പോവുകയാണ്. അപ്പോഴത്തേക്കും സച്ചി നമ്മുടെ രേവതിയോട് ചോദിക്കുകയാണ്, നീ എന്താ പറയാൻ പോയത്, ഈ കാര്യമൊക്കെ അച്ഛൻ അറിഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ്റെ മനസ്സെന്തോരം വിഷമിക്കുമെന്ന് അറിയാമോ? ശ്രീകാന്തും ആ പെൺകുട്ടിയും തമ്മിൽ സ്നേഹത്തിലാണ് എന്നുള്ളത് അച്ഛൻ ഒരിക്കലും അറിയരുത്. മാത്രമല്ല ഞാൻ അയാളെ പോയി തല്ലിയെന്നും എല്ലാ കാര്യവും പറയേണ്ടി വരും അതിനെ തുടർന്ന്. അച്ഛൻ ശരിക്കും പേടിക്കുകയും ചെയ്യും, വിഷമിക്കുകയും ചെയ്യും. അപ്പം നമ്മളായിട്ട് അങ്ങനെയൊന്നും
പറയേണ്ട കാര്യമില്ല എന്ന് പറയുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ രേവതി പറയുകയാണ് എന്ത് തന്നെയാണെങ്കിലും ശ്രീകാന്തിനോട് ഈ കാര്യം ചോദിക്കുന്നതല്ലേ നല്ലതെന്ന് പറയുകയാണ്. അപ്പോഴത്തേക്കും സച്ചി പറയുകയാണ് എന്തിന് അവനോട് ഇതൊന്നും ചോദിക്കേണ്ട കാര്യമില്ല, എനിക്കറിയാമായിരുന്നു ഇതിങ്ങനെയൊക്കെ തന്നെ വരുള്ളൂ എന്ന്, അതുകൊണ്ടാണ് എങ്ങനെയെങ്കിലും നിൻ്റെ അനിയത്തിയെ കൊണ്ട് അവൻ്റെ കല്യാണം നടത്താമെന്ന് ഞാൻ വിചാരിച്ചത്. അതാണെങ്കിൽ നീ നിൻ്റെ അമ്മയും സമ്മതിച്ചില്ല. ഇനി എങ്ങനെയെങ്കിലും അവളെപ്പോലെ തന്നെ നല്ലൊരു പെൺകുട്ടിയെ കണ്ടുപിടിച്ച് അവൻ്റെ കല്യാണം എത്രയും പെട്ടെന്ന് നടത്തണം, എന്നാൽ ഇതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് പറ്റുള്ളൂ. അവൻ്റെ പ്രായം അതാണ്. ഇനി ആ ചെറുക്കം പോയിട്ട് വല്ല ഊരാക്കുടുക്കിലും പെടുമോ എന്നുള്ളൊരു പേടിയും എനിക്കുണ്ടെന്ന് പറയുകയാണ്. അപ്പോഴത്തേക്ക് രേവതി പറയുകയാണ് എന്ത് തന്നെയാണെങ്കിലും ശ്രീകാന്തിനോട് ഇതിനെക്കുറിച്ച് പറയണ്ടേ, ഒന്നും പറയണ്ട, നീ എന്ത് പറയണമെന്നാണ് ഉദ്ദേശിക്കുന്നത്, അവൻ്റെ ഇഷ്ടത്തിനൊത്ത് തുടരാനൊന്നും പറ്റിയൊന്നുമില്ല, എന്തായാലും ഒരു പെൺകുട്ടിയെ കണ്ടുപിടിക്കണം. പിന്നെ ഒരു കാര്യം ചെയ്യണം, നീ വേണം അവനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കാൻ. ഇനി ആ പെൺകുട്ടിയായിട്ട് ഫോൺ ചെയ്യരുതെന്ന് നീ തന്നെ സംസാരിക്കണം എന്ന് പറയുകയാണ്. അപ്പോഴത്തേക്ക് രേവതി ചോദിക്കുകയാണ് അയ്യോ ഞാൻ പറയാനോ, ഞാനെങ്ങനെ പറയാനായിട്ടാ, നീ തന്നെ പറയണം, നീ ആയിട്ടാണല്ലോ അവൻ എത്ര ക്ലോസ്, മാത്രമല്ല വർഷയും നീയും തമ്മിൽ അറിയുന്നതുമാണ്, എന്തായാലും നീ സംസാരിച്ച അവൻ അതിനപ്പുറത്തേക്ക് ചെയ്യില്ല, നീ എന്തായാലും സംസാരിക്കണമെന്ന് പറയാൻ കേട്ടോ. അടുത്ത സീനിൽ കാണിക്കുന്നത് ശ്രീകാന്തിനെയാണ്. അപ്പോൾ ശ്രീകാന്ത് ആണെങ്കിൽ നമ്മുടെ രേവതിയുടെ അനിയത്തിനെ ഫോൺ ചെയ്യാണ് കേട്ടോ. അപ്പോൾ രേവതിയുടെ അനിയത്തി എടുക്കുകയാണ്. ശ്രീകാന്ത് എത്ര നാളായി വിളിച്ചിട്ട്, ഇതെന്താണ് പതിവില്ലാതെ ഒരു കോളൊക്കെ, കണ്ടിട്ടും കുറേ കാലമായല്ലോ, എന്താ വിശേഷം എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ശ്രീകാന്ത് പറയുകയാണ് എനിക്കൊരു കാര്യം നിന്നോട് പറയാനായിട്ടുണ്ട്, എൻ്റെ സ്നേഹത്തെക്കുറിച്ചിട്ടാണ് നിന്നോട് പറയാനായിട്ട് ഞാൻ കുറേ വൈകിപ്പോയി എന്ന് പറയുകയാണ്. അപ്പോൾ ഇത് കേൾക്കുന്ന രേവതിയുടെ അനിയത്തി ഞെട്ടുകയാണ് കേട്ടോ. തന്നെ നെറ്റി പറയാണ് എന്താ ശ്രീകാന്ത് നിനക്ക് പറയാനുള്ളത്, നേരിൽ കണ്ടിട്ട് ഞാൻ പറയാമെന്ന് പറയാണ്. ശരി എന്ന് പറയാണ്. എന്നിട്ട് രേവതിയുടെ അനിയത്തി വിചാരിക്കുകയാണ് ഇനി എങ്ങാനും എന്നോടാണോ അവന് പ്രണയമുള്ളത്, ദൈവമേ കാത്തേക്കണേ എന്നിങ്ങനെ പറയുകയാണ്. എന്തായാലും നേരിൽ കാണാമെന്ന് പറഞ്ഞത് കാരണം രേവതിയുടെ അനിയത്തി നേരിൽ കാണാൻ വേണ്ടി വരികയാണ്. അപ്പോൾ അതിനിടയിൽ രേവതിയുടെ ഒരു അനിയത്തിയുടെ ഒരു കൂട്ടുകാരിനെ കാണുകയാണ്. അപ്പോൾ അവരുടെ കല്യാണം ഇതിനിടയിൽ ഈ പെൺകുട്ടിയെ വിളിക്കുന്നുണ്ട്, ഇൻവിറ്റേഷൻ ലെറ്ററും കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശരി വരാമെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെയും ശ്രീകാന്തിനെ കാണാൻ വേണ്ടി ഇത് പോവുകയാണ്. അങ്ങനെ ശ്രീകാന്തിനെ കാണുന്നു. ശ്രീകാന്ത് പറയുകയാണ് ഞാൻ എൻ്റെ പ്രണയത്തെക്കുറിച്ചിട്ട് നിന്നോട് പറയണമെന്ന് വിചാരിച്ചതാണ്, ഞാൻ എൻ്റെ മനസ്സിൽ അത് തോന്നിയപ്പോൾ തന്നെ നിന്നോട് പറയേണ്ടതായിരുന്നു, കുറച്ച് ലേറ്റായിപ്പോയി, എന്നോട് ക്ഷമിക്കുക എന്ന് പറയുകയാണ്. അപ്പോൾ ശ്രീകാന്തിനോട് വേഗം തന്നെ ഈ രേവതിയുടെ അനിയത്തി ചോദിക്കുകയാണ് അയ്യോ എന്താ ശ്രീകാന്ത് നീ പറഞ്ഞു വരുന്നത്, ഞാൻ സ്നേഹിക്കുന്നത് എന്ന് പറയുന്നത്, സ്നേഹിക്കുന്നത് എന്ന് പിന്നെ ഈ രേവതിയുടെ അനിയത്തി ചോദിക്കുകയാണ്. രേവതിയുടെ അനിയത്തി ചിന്തിക്കുന്നത് ഈ രേവതിയുടെ അനിയത്തിനെ എങ്ങനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതാണ്, പക്ഷേ അവർക്ക് താല്പര്യമില്ല. അപ്പോൾ പേടിച്ചാണ് ചോദിക്കുന്നത് ഞാൻ വർഷയെ പ്രണയിക്കുന്നുണ്ടെന്ന് പറയുകയാണ്. അപ്പോഴത്തേക്കും രേവതിയുടെ അനിയത്തിക്ക് ശ്വാസം നേരിടുകയാണ് കേട്ടോ. എന്നിട്ട് പറയണം ഇക്കാര്യമാണോ, അതെനിക്ക് നേരത്തെ അറിയാമായിരുന്നല്ലോ, ഇപ്പോഴാണല്ലേ തുറന്നു പറയാൻ കണ്ടത്, എന്നിട്ട് എന്ന് പറയാണ്. അതെ ഞാൻ വർഷേനെ സ്നേഹിക്കുന്നുണ്ട്, അത് ഞാൻ നിന്നോട് ഇപ്പോൾ തുറന്നു പറയുകയാണ്, പക്ഷേ അവളുടെ വീട്ടിൽ അവൾക്ക് കല്യാണം ആലോചിച്ചു, 15-ാം തീയതി അവളുടെ കല്യാണമാണ്, അതിക്ക് മുമ്പായിട്ട് ഞങ്ങൾ രജിസ്റ്റർ മാരേജ് ചെയ്യാമെന്ന് വിചാരിച്ചതെന്ന് പറയുകയാണ്. ഇത് കേട്ടതും അനിയത്തി പേടിക്കാട്ടോ. അപ്പോൾ അവൾ ചോദിക്കുകയാണ് അയ്യോ നീ എന്തീ പറയുന്നത്, വീട്ടിൽ ആരും അറിയാതെ രജിസ്റ്റർ ചെയ്യാനോ, അതെ ഇനി അതിനുള്ള സമയമൊന്നുമില്ല, എൻ്റെ ഏട്ടനോട് സച്ചിയേട്ടനോടൊന്ന് നീ സംസാരിക്കാറുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും ശ്രീകാന്ത് പറയുകയാണ് ഏട്ടനോട് ഞാൻ പറഞ്ഞു, ഏട്ടനാണ് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് നിൽക്കുന്നത്, ഒരു കാരണവശാലും അവരിത് സമ്മതിക്കില്ല, ഞങ്ങൾക്കിതല്ലാതെ വേറൊരു വഴിയില്ല, നീ എന്നെ ഹെൽപ്പ് ചെയ്യണമെന്ന് പറയുകയാണ്. അപ്പോഴത്തേക്കും ഈ പെങ്കൊച്ച് പറയുകയാണ് എടാ എനിക്ക് ഹെൽപ്പ് ചെയ്യുന്നതിന് പ്രശ്നമൊന്നും ഉണ്ടായിട്ടല്ല, പക്ഷേ എൻ്റെ ചേച്ചിയുടെ ജീവിതം അത് ബുദ്ധിമുട്ടാവും, ഞാനെങ്ങാനും ആണ് നിങ്ങളെ തമ്മിൽ ഒന്നിപ്പിക്കാൻ ഹെൽപ്പ് ചെയ്തത് എന്നെങ്ങാനും നിൻ്റെ അമ്മ അറിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ തന്നെ എൻ്റെ ചേച്ചിക്ക് സ്വസ്ഥതയില്ല, ഇനി ഇതുകൂടെ അറിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒട്ടും തന്നെ സമാധാനം കൊടുക്കില്ല, അതുകൊണ്ട് എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ പെങ്കൊച്ച് തിരിച്ചു പോകാൻ നോക്കുകയാണ്. വേദന ശ്രീകാന്ത് ഇപ്പം കൊച്ചിനോട് പറയണം എടി പ്ലീസ് നീ ഞാൻ പറയുന്നൊന്ന് കേൾക്ക്, നീ അല്ലാതെ എനിക്ക് വേറൊരു സുഹൃത്തില്ല, നീ അല്ലെങ്കിൽ പിന്നെ ഞങ്ങളുടെ കല്യാണം നടക്കില്ല, നീ എന്നെ ഇതുപോലെ വിഷമിപ്പിക്കരുതെന്ന് പറയണം. പിന്നെ ഒരു കണക്കിന് കെഞ്ചുന്നത് കൊണ്ട് തന്നെ ഈ പെങ്കൊച്ച് ശരി സമ്മതിക്കുകയാണ് കേട്ടോ. അങ്ങനെ ആ സമയത്ത് വർഷയെ വിളിക്കുകയാണ് ശ്രീകാന്ത്. അപ്പോൾ വർഷ ചോദിക്കുകയാണ് ആ പെൺകുട്ടിയെ കണ്ടോന്ന് ചോദിക്കുകയാണ്. ഇവിടെ ഉണ്ട് നീ തന്നെ സംസാരിക്കുന്നു പറയാണ്. അങ്ങനെ വർഷയുടെ കോള് ഈ കുട്ടിക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ഈ രേവതിയുടെ അനിയത്തിയോട് വർഷ പറയുകയാണ് എന്നെ എങ്ങനെയെങ്കിലും സഹായിക്കണം, ഞങ്ങളുടെ കല്യാണം നടത്തി വെക്കാൻ നിങ്ങൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ, എങ്ങാനും എൻ്റെ കല്യാണം നടന്നില്ലെങ്കിൽ ഞാൻ ചത്ത് കളയും എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഇത് കേട്ടിട്ട് ഈ പെങ്കൊച്ച് പറയുകയാണ് നിങ്ങൾ വിഷമിക്കുകയൊന്നും വേണ്ട, ഞാൻ നിങ്ങളുടെ കല്യാണം നടത്താനായിട്ട് ഹെൽപ്പ് ചെയ്യാം, എന്താ ഞാൻ ചെയ്യേണ്ടതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ എങ്ങനെയെങ്കിലും എൻ്റെ വീട്ടിലേക്ക് വരണം, എൻ്റെ ഫ്രണ്ടാണെന്ന് പറഞ്ഞാൽ മതി, സ്കൂൾ ഫ്രണ്ടാണെന്ന് പറഞ്ഞാൽ മതി, അങ്ങനെ വന്നാൽ മതി എന്ന് പറയുകയാണ്. ശരി അങ്ങനെ വരാം, ബാക്കിയൊക്കെ നേരിൽ പറയാമെന്ന് പറയുകയാണ്. ശരി എന്ന് പറയുകയാണ്. അങ്ങനെ ശ്രീകാന്ത് പറയുകയാണ് നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, എങ്ങാനും ഇത് വീട്ടിലെല്ലാവരും അറിഞ്ഞു കഴിഞ്ഞാൽ ഞാനാണ് എല്ലാ പ്രശ്നമൊന്നും ഞാൻ പറഞ്ഞോളാം, നിൻ്റെ തലയിലാവില്ല, ഒരിക്കലും ചേട്ടത്തിക്ക് ഇതിൻ്റെ പേരിൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ല, അത് ഞാൻ ഉറപ്പ് പറയാമെന്ന് പറയാൻ കേട്ടോ. ശരി എന്തെങ്കിലും ആവട്ടെ, ഇനിയിപ്പോൾ ഞാൻ സഹായിച്ചില്ല എന്ന് വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് ഈ പെങ്കൊച്ച് സഹായിക്കാമെന്ന് പറയുകയാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് ഈ പെങ്കൊച്ചാണെങ്കിൽ
ഇവിടെ വർഷയുടെ വീട്ടിലെത്തിയിരിക്കുകയാണ്. വർഷയുടെ വീട്ടിൽ വന്നിട്ട് തട്ടുകയാണ് കേട്ടോ. അപ്പോൾ വർഷയുടെ അമ്മ കഥക് തുറക്കുന്നു. ഇവിടെ ഒന്നും വേണ്ട, സെയിൽസ് ഗേൾ ആണെന്ന് വിചാരിച്ച് അങ്ങനെ പറയാം കേട്ടോ വർഷയുടെ അമ്മ. അപ്പോൾ ഈ പെങ്കൊച്ച് പറയണം, അയ്യോ ഞാൻ സെയിൽസ് ഗേൾ അല്ല, ഞാൻ വർഷയുടെ സുഹൃത്താണെന്ന് പറയാണ്, എനിക്ക് വർഷേനെ ഒന്ന് കാണണം എന്ന് പറയാണ്. അപ്പോൾ വർഷയുടെ അച്ഛൻ പറയണം, എനിക്ക് അകത്തേക്ക് വന്ന് പറയാണ്. അപ്പോൾ വർഷയുടെ അമ്മ ചോദിക്കുകയാണ്, നീ അവളുടെ കൂടെ വർക്ക് ചെയ്യുന്നതാണോ? ഞാനിതുവരെ നിന്നെ ഫോട്ടോയിലൊന്നും കണ്ടിട്ടില്ലല്ലോ, അല്ലെങ്കിൽ അവളുടെ കൂടെ കോളേജിൽ പഠിച്ചാണോ? നിൻ്റെ ഫോട്ടോ ഒന്നും ഞാനിതുവരെ കണ്ടിട്ടില്ല, നിങ്ങൾ ഒരുമിച്ച് കണ്ടിട്ടുമില്ല, പിന്നെ എവിടെ പഠിച്ചതെന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും ഈ പെങ്കൊച്ച് പറയാണ്, അല്ല ഞാൻ കോളേജിൽ പഠിച്ചതൊന്നുമല്ല, ഞങ്ങൾ ഹൈസ്കൂളിൽ ഒരുമിച്ചാണ് പഠിച്ചതെന്ന് പറയുകയാണ്. അപ്പോഴത്തേക്കും ഇവരിങ്ങനെ കുത്തി കുത്തി ചോദിക്കുകയാണ്, എന്തിനാ വന്നതെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ഇവൾക്ക് എന്ത് പറയണമെന്ന് അറിയാണ്ട് അവിടെ നിന്നിങ്ങനെ പതറുകയാണ് കേട്ടോ. ഈ സമയത്ത് വർഷയുടെ അച്ഛൻ പറയുകയാണ്, അവളുടെ ഫ്രണ്ടാന്ന് പറഞ്ഞില്ലേ, ഇനി കൂടുതലും ചോദിക്കേണ്ട കാര്യമുണ്ടോ, നീ എന്തായാലും വർഷയെ ഇങ്ങ് വിളിക്കുമെന്ന് പറയാണ്. അങ്ങനെ വർഷേനെ വിളിക്കാനായിട്ട് വർഷയുടെ അമ്മ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ 4 എപ്പിസോഡിൽ നടക്കുന്നത്. ഇതിൻ്റെ ബാലൻസ് അടുത്ത ദിവസം തന്നെ, മിക്കവാറും ചിലപ്പോൾ ഇന്ന് അല്ലെങ്കിൽ നല്ല അടുത്ത ദിവസം, റേഞ്ചിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ടിട്ടാണ് കേട്ടോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കുള്ളൂ. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറക്കണ്ട ലൈക്ക് ചെയ്തേക്കാം കേട്ടോ.